മോർണിംഗ്. ചെമ്പാടിനാണ് പറയൂ. സംസാരിക്കുന്നത്. അപ്പൊ നമ്മളിവിടെ ഒരു രവിയേട്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ 8 ദിവസമായിട്ട് വന്നുകൊണ്ടിരിക്കണ്ടേ. ആള് ഇവിടെ ഹോസ്പിറ്റലിൽ അറ്റൻഡർ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഓക്കെ. ആൾക്ക് ഷുഗർ 8 ദിവസം കൊണ്ട് ഇവിടെ വന്നപ്പോൾ ലൈഫിൽ ഇതുവരെ കുറയാത്ത രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. അതൊരു 8 ദിവസം കൊണ്ട് ഒരു 200ന്റെ താഴേക്ക് ഇതുവരെ 15 വർഷത്തിനിടയിൽ വന്നിട്ടേ ഇല്ല. അപ്പൊ ആൾക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ കുറഞ്ഞതെന്നുള്ളതിനെ പറ്റി ചെറിയ രീതിയിൽ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. എന്തായിരുന്നു ആ ഏട്ടന്റെ പേര്? രവീന്ദ്രൻ. രവീന്ദ്രൻ. ഓക്കെ. ഈ ഇരിക്കുന്ന ആളായിരിക്കും അല്ലേ? അതെ അതെ അതെ. ഓക്കെ. ഓക്കെ. ചേട്ടാ, ഇത്രയും കാലം നിങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത് ഒന്നുകിൽ അരി, ഗോതമ്പ്, അല്ലെങ്കിൽ ചിലപ്പോ റാഗി, അങ്ങനെയുള്ള സാധനങ്ങളായിരിക്കാം അല്ലേ? യെസ്. അപ്പൊ ആ കഴിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളെല്ലാം ഹൈ ഗ്ലൈസമിക് ഇൻഡെക്സ് ഉള്ളതാണ്. ഹൈ ഗ്ലൈസമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ കഴിച്ച് നമ്മുടെ ആമാശയത്തിലെത്തി അവിടെ ദഹനം തുടങ്ങുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ബോഡിയിൽ ഷുഗർ ആയിട്ടത് ഗ്ലൂക്കോസ് ആയിട്ട് അത് കൺവെർട്ട് ആവും. വളരെ ഫാസ്റ്റ് ആയിട്ട് കൺവെർട്ട് ആവും. ഫാസ്റ്റ് ആയിട്ട് നമുക്ക് കൺവെർട്ട് ആകുമ്പോൾ സ്പോട്ടിൽ നമുക്കൊരു എനർജി ലെവൽ കിട്ടുകയും ചെയ്യും. പക്ഷെ പെട്ടെന്ന് നമ്മൾ ടയേർഡ് ആവും. അതേപോലെ നമ്മുടെ ശരീരത്തിലെ ഷുഗർ ലെവല് നോർമലി നമുക്ക് വർദ്ധിക്കും. കാരണം നമുക്ക് ഷുഗറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ബോഡിക്ക് പറ്റുന്നില്ലല്ലോ. അങ്ങനെയാണല്ലോ നമുക്ക് ഷുഗർ എന്ന് പറഞ്ഞ രോഗം വരുന്നത്. എന്നാൽ നമുക്ക് ന്യൂട്രീഷൻ കഴിക്കുന്ന സമയത്ത് ലോ ഗ്ലൈസമിക് ഇൻഡെക്സ് ഉള്ള ഒരു ഫുഡാണ് ഇത്. നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാലും ഇത് ദഹിച്ച് തീരാൻ വേണ്ടിയിട്ട് നമുക്കൊരു 3 മണിക്കൂർ എടുക്കും. ഈ 3 മണിക്കൂറിൽ ഏകദേശം ഒരു 2 മണിക്കൂറൊക്കെ കഴിയുമ്പോഴാണ് സ്ലോലി അതൊരു ഗ്ലൂക്കോസ് ആയിട്ട് കൺവെർട്ട് ആവുക. ഈ ഗ്ലൂക്കോസ് ആയിട്ട് സ്ലോലി കൺവെർട്ട് ആവുന്ന സമയത്ത് നമ്മുടെ എനർജി ലെവലിന് വേണ്ടിയിട്ടുള്ള എനർജി വലിച്ചെടുക്കുമ്പോൾ അതൊരു ഫാറ്റ് ആയിട്ട് ബോഡിയിൽ ഡിപ്പോസിറ്റ് ആവുന്നതും ഇല്ല. വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഷുഗർ ഷൂട്ട് ആവാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലെ ഗ്രന്ഥികൾക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ. നമ്മൾ നോർമലി കഴിച്ചുകൊണ്ടിരുന്ന എന്താ, രാവിലെ ഒന്ന് അരി, ഗോതമ്പ്, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഷുഗർ ഉള്ളവരാണെങ്കിൽ മുത്താറിയൊക്കെ കഴിക്കും. എന്നാൽ ഉച്ചയ്ക്ക് ചെറുതായിട്ട് നമ്മൾ ചോറ് കഴിക്കും. വൈകുന്നേരം അതേപോലെ മെയിൻ ആയിട്ടുള്ള ഒരു ഫുഡ് നമ്മൾ ഇതേപോലെ എന്തെങ്കിലും കഴിക്കും. ഇനി ഇതിന്റെ ഇടനേരങ്ങളിൽ ഷുഗർ അല്ലാത്ത വേറെ എന്തെങ്കിലും സാധനങ്ങൾ കഴിക്കും ഇല്ലേ? എണ്ണക്കടിയൊക്കെ, പ്രത്യേകിച്ച് ഹോസ്പിറ്റലിലാകുമ്പോൾ ഉറപ്പായിട്ട് കഴിക്കും. ഒരു 11 മണിക്ക് ഒരു എണ്ണക്കടി, 4 മണിക്ക് ഒരു ചായക്കടി ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇതിലെല്ലാം ഹൈ ഗ്ലൈസമിക് ഇൻഡെക്സ് ആണ്. നമ്മൾ കുഞ്ഞു സാധനം കഴിച്ചാൽ പോലും നമ്മുടെ ഷുഗർ ലെവൽ നന്നായിട്ട് ഷൂട്ട് ചെയ്യും. എന്നാൽ നമ്മൾ ഇത് കഴിക്കുന്ന സമയത്ത് നമുക്കത് ഷൂട്ട് ആവുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് ഒരു പാത്രത്തില് വെള്ളം എടുത്തൊരു ചുമരിലോട്ട് ഒഴിച്ചു കഴിഞ്ഞാല് ആ ചുമരിന് പ്രത്യേകിച്ച് ഒന്നും പറ്റില്ലല്ലോ. എന്നാലും നമ്മൾ മറ്റേ പ്രഷർ ആ ഒരു പമ്പ് വെച്ചിട്ട് ചുമരിൽ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാലോ അവിടെ പായല്, പൂപ്പല്, പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോവൂലേ? ഇതേപോലെയാണ്. അതായത് ഹൈ പ്രഷറിൽ കൊടുത്തുകൊണ്ടിരുന്ന ഫുഡ് നമ്മൾ കുറച്ച് ലോ ആയിട്ടുള്ള രീതിയിൽ കൊടുക്കുമ്പോഴത്തേക്ക് അത് വളരെ ലോ ആയിട്ട് നമുക്കൊരു തട്ടുപേടി ഇല്ലാത്ത രീതിയിലാണ് ശരീരത്തിൽ വർക്ക് ചെയ്യാം. അങ്ങനെ നമ്മൾ ലോ ഗ്ലൈസമിക് ഇൻഡെക്സ് കണ്ടിന്യൂസ്ലി കഴിച്ചു വന്നപ്പോൾ ഹൈ ആയിട്ട് നിന്നിരുന്ന ഷുഗർ നമുക്ക് കുറഞ്ഞു വന്നു. അങ്ങനെയാണ് കുറഞ്ഞത് കേട്ടോ. ഇതിൽ ഷുഗർ കുറയാനുള്ള മരുന്നൊന്നുമില്ല. കാരണം അങ്ങനെയാണെങ്കിൽ ഷുഗർ ഇല്ലാത്തവർ കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ ലോ ആയി പോകണമല്ലോ. ഇപ്പൊ ചിലർക്ക് ഷുഗർ ലോ ഉള്ള ആൾക്കാരുണ്ടാവും. അവർക്ക് ഷേക്ക് കുടിച്ചാൽ ഷുഗർ നോർമൽ ആയിട്ട് എത്തും. ഷുഗർ ഹൈ ഉള്ള കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ ലോ ആയിട്ട് എത്തും. ഓക്കെ. അതുപോലെ ഇപ്പൊ ആൾക്ക് 2 ടൈം ഷേക്ക് ആക്കുമ്പോ ഇനി വെയിറ്റ് ആൾ ഓൾറെഡി ഇപ്പൊ അണ്ടർ വെയിറ്റിലാണ് ഉള്ളത്. കൂടുതൽ വെയിറ്റ് ഒന്നും ഇല്ല. ഇപ്പൊ 2 ടൈം ഷേക്ക് ആക്കുമ്പോ എന്താണ് സംഭവിക്കുക എന്നുള്ളത് കൂടി ഒരു ഡൗട്ട് ഉണ്ട്. ചേട്ടന് ഫാറ്റ് ഉണ്ടല്ലോ വെയിറ്റ് ഇല്ലെങ്കിലും. ഫാറ്റ് ഉണ്ട്. അപ്പോ ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫാറ്റിൽ റെഡ്യൂസ് ചെയ്യേണ്ട. അപ്പൊ കുറച്ച് നമുക്ക് അണ്ടർ വെയിറ്റിലേക്ക് പോയിട്ട് ചെയ്യാന്നുള്ള രീതിയിലാണ് ഉള്ളത്. അപ്പൊ ആൾക്ക് വെയിറ്റ് ഓൾറെഡി കുറവായത് കാരണം ഇപ്പൊ 2 ടൈം ആക്കണോ എന്നുള്ളൊരു ശങ്കയിലാണ് ഉള്ളത്. നമ്മൾ 2 ടൈം ആക്കുന്നത് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടല്ല. നമ്മുടെ ശരീരത്തിൽ ഈ ഷുഗർ വന്നത് കൊണ്ട് ശരീരത്തിലെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. നമ്മുടെ നെർവൊക്കെ ഇതാവും, ബലം കുറയും. നമ്മുടെ ഞരമ്പുകൾക്ക് ബലം കുറയും, ശക്തി കുറയും. അതേപോലെ നോർമലി നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ ആക്ടിവിറ്റീസ് കുറയും, നമ്മുടെ മസിൽസ് ലോസ് ആവും. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഓൾറെഡി ഷുഗർ ഉള്ള ഒരാളിനെ സംബന്ധിച്ചിട്ട് വരും. അപ്പോ നമ്മൾ ന്യൂട്രീഷൻ 2 ടൈംസ് എടുക്കുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ സ്ട്രെങ്ത് കിട്ടുകയാണ് ചെയ്യുന്നത് ശരീരത്തിന്. പിന്നെ നിങ്ങളെ സംബന്ധിച്ചിട്ട് ഫാറ്റ് കുറയ്ക്കാനുള്ളത് കൊണ്ട് ഉറപ്പായിട്ടും 2 ടൈംസ് ഷേക്ക് എടുക്കുക. കാരണം നമ്മൾ വേറെ എന്ത് ഫുഡ് കഴിച്ചാലും അതിൽ പെട്ടെന്ന് നമുക്ക് അതിലെടുക്കുന്ന കറികളും കാര്യങ്ങളും എല്ലാം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ ഫാറ്റ് കുറയില്ല. ഫാറ്റ് കുറയാണ്ട് നിങ്ങൾ നിൽക്കുന്ന കാലത്തോളം നിങ്ങളുടെ ഹെൽത്ത് നിങ്ങൾക്ക് ഫുൾ ആൻഡ് ഫുള്ളി നമുക്ക് ബെറ്റർ ആക്കി എടുക്കാനും പറ്റില്ല. പിന്നെ ഷുഗർ കുറയുന്ന പ്രോസസ്സിൽ വെയിറ്റ് കുറയും. വെയിറ്റ് കുറച്ച് തന്നെ ഷുഗർ കുറയ്ക്കാൻ പറ്റുള്ളൂ. ഷുഗർ നോർമലായി HbA1c സ്റ്റേബിൾ ആക്കിയതിന് ശേഷം
പിന്നെ നിങ്ങൾ കുറേശ്ശെ കുറേശ്ശെ വെയിറ്റ് കൂട്ടിയെടുക്കണം. അങ്ങനെ പോകുമ്പോഴത്തേക്ക് നിങ്ങൾ കുറച്ചുകൂടെ ചെറുപ്പക്കാരനാവും, കുറച്ചുകൂടെ സുന്ദരനാവും, കുറച്ചുകൂടെ നല്ല സ്ട്രോങ് ആവും ബോഡി. ഓക്കെ, സൂപ്പർ ആട്ടോ. അടുത്ത ആള് പറയൂ. അസ്സലാമലൈക്കും. അലൈഹിസ്സലാം. എന്റെ പേര് ലത്തീഫാണ്. ഓക്കെ. മണ്ണൂർ വടക്കുംപാടുന്നാ വരുന്നത്. ആ. ഞാൻ കാലിന്റെ മുട്ടുവേദനക്ക് വന്നതിന് ഉം. പിന്നെ മൂത്രത്തിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. മൂത്രം പിടിച്ചു നിൽക്കാൻ കഴിയില്ല, പെട്ടെന്ന് പെട്ടെന്ന് ഒഴിഞ്ഞു പോവുക. ഓക്കെ. അപ്പൊ അതിന് ഇപ്പൊ വന്ന് 9 ദിവസമായി. ആ. എന്നിട്ട് പിന്നെ മുട്ടിൻകാലിന്റെ വേദന, കടുപ്പത്തിലുള്ള വേദന ഇപ്പൊ കുറഞ്ഞിട്ടുണ്ട്. ഉം. ഞാൻ കാലിന്റെ ഒരടല്ലേ അത് ഒഴിവാക്കി. അത്ര വേദന ബുദ്ധിമുട്ടുണ്ട്. അത്തയ്യത്തിലൊക്കെ ഇരിക്കുമ്പോ കുറച്ചു നേരം ഇരിക്കാൻ കഴിയില്ല. അത്തയ്യത്ത് തന്നെ കഴിയാൻ വേണ്ടി കാത്തുക, അപ്പൊ കാല് നിർത്തി വെക്കണം വേദന കൂടുമ്പോ. അപ്പൊ എന്റെ മൂത്രത്തിന്റെ ഇപ്പൊ വളരെ കൂടുതലാ. ഇരിക്കാൻ കഴിയില്ല, പിടിച്ചിരിക്കാനില്ലേ. പറഞ്ഞാൽ തനിയാണ് പോന്നു. ഓക്കെ. നിങ്ങൾ വെള്ളം കുടിക്കുന്നത് എങ്ങനെയാ? വെള്ളം ഇപ്പം 3 ലിറ്റർ കുടിക്കേണ്ടി വരും. ഇവിടെ വന്നിട്ട് വെള്ളം കുടിക്കാൻ പേടിയൊക്കെയാണ്. മൂത്രമൊഴിക്കാനുള്ള ബുദ്ധിമുട്ട്. വെള്ളം കുടിക്കുന്നത് എങ്ങനെയാ? എങ്ങനെ ഒരു നസീറത്ത് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തേ. ഒരു വെള്ളം കുടിക്കുന്നത് എങ്ങനെയാ നോക്കട്ടെ. വാട്ടർ ബോട്ടിലാണോ വെള്ളം കുടിക്കുന്നത്? ഗ്ലാസ്സിലാണോ നോക്കാം? അവരെ ബോട്ടിൽ തന്നെയാണ്. ആ, കുടിച്ചോളൂ. ഓക്കെ. ഇതേപോലെ 1 2 കവള് വീതം വെള്ളമാണോ കുടിക്കുന്നേ? ഓക്കെ ഓക്കെ. ആ വെള്ളം ഒരു വയലറ്റ് കളർ ഉണ്ടല്ലോ, വെള്ളത്തിൽ എന്താ? മറ്റേ എന്താണ് വീഡിയോ? ആ, മനസ്സിലായി മനസ്സിലായി. ആ വെള്ളം തിളപ്പിക്കുന്ന പൊടിയില്ലേ? പടിയാ. വെള്ളത്തിന് ചുവ ഉണ്ടാവേ നമ്മളെ വീട്ടിലെ ഇല്ലാതാവുന്നുണ്ട്. ഓക്കെ. കാക്ക എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒന്ന് നമ്മള് തിളപ്പിച്ച വെള്ളം എപ്പോഴും കുടിക്കരുത്. കാരണം വെള്ളത്തിന് ഗുണം വെള്ളത്തിന്റെ മിനറൽസ് കിട്ടണമെന്നുണ്ടെങ്കിൽ പച്ചവെള്ളം തന്നെ കുടിക്കണം. അപ്പൊ വെള്ളത്തിന് ചൊവ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു മൺകലത്തിലോ അല്ലെങ്കിൽ സ്റ്റീൽ പാത്രത്തിലോ വെള്ളം എടുത്ത് വെച്ചിട്ട് കുറച്ച് രാമച്ചം വാങ്ങി ഒരു തുണിയിൽ കിഴി കെട്ടി ആ വെള്ളത്തിൽ ഇട്ട് വെക്കുക. അപ്പൊ നാളെ ആകുമ്പോഴത്തേക്ക് ആ വെള്ളത്തിന് നല്ലൊരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും. എന്നാൽ പച്ചവെള്ളം തന്നെയാണ്, അതിന്റെ ഗുണം മാറിയിട്ടുമില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എയർ ഫ്രഷ് കിട്ടും. എയർ ഫ്രഷിൽ നമ്മുടെ പീച്ച് ഫ്ലേവർ വാങ്ങിയാൽ പച്ചവെള്ളത്തിൽ ഇട്ട് കുടിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും കുടിക്കാം. തിളപ്പിച്ച വെള്ളം എല്ലാ സമയത്തും കുടിക്കണ്ട കേട്ടോ. തിളപ്പിച്ച വെള്ളം നമുക്ക് കുടിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഒരു ഡീടോക്സിക് വാട്ടർ ആയിട്ട് നമുക്ക് രാവിലെ കുടിക്കാം, രാത്രി കിടക്കാൻ നേരത്ത് കുടിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ സ്ഥിരമായിട്ട് നമുക്ക് ഫുൾ ടൈം നമ്മൾ കുടിക്കുന്ന വെള്ളം ഇങ്ങനെ തിളപ്പിച്ച വെള്ളം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളത്തിൽ നിന്ന് കിട്ടേണ്ട മിനറൽസ് കിട്ടില്ല. അപ്പൊ അതൊന്ന് മാറ്റാം. ഇപ്പൊ വെള്ളം കുടിച്ച രീതിയിൽ ഒരു കവള് വെള്ളം എടുത്ത് നന്നായിട്ട് കുലുക്കി ഒഴിഞ്ഞാണ് കുടിക്കുന്നതെങ്കിൽ അത് ഓക്കെയാണ്, കുഴപ്പമില്ല. പിന്നെ നിങ്ങൾക്കിപ്പോ യൂറിൻ പിടിച്ചു വെക്കാൻ പറ്റാത്തത് കുറച്ച് കാലമായിട്ടുള്ള ഒരു പ്രോബ്ലം ആണല്ലോ, അത് പെട്ടെന്ന് മാറില്ല, സ്ലോലി മാറുള്ളൂ. ഇവിടെ ഒരു വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ വെള്ളം കുടിച്ചാൽ പെട്ടെന്ന് മൂത്രം ഒഴിക്കാൻ തോന്നുമോ എന്നുള്ളൊരു തോന്നല് നിങ്ങളുടെ ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ഇച്ചിരി വെള്ളം കുടിക്കുമ്പോൾ ഉടനെ നിങ്ങൾക്ക് തോന്നും. അപ്പൊ ആ ഒരു പ്രശ്നം വേണ്ട. കാരണം നമ്മൾ ഈ കുറേശ്ശെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ തോന്നില്ല. അത് നമുക്ക് ഒരു 2 മണിക്കൂർ, നോർമൽ ഒരാളിനാണെങ്കിൽ 1.5 to 2 മണിക്കൂർ ആകുമ്പോഴേ ബ്ലാഡർ നിറയുള്ളൂ. നിങ്ങളെ സംബന്ധിച്ചിട്ട് അത് ചിലപ്പോൾ 1 മണിക്കൂർ ആകുമ്പോഴത്തേനും ബ്ലാഡർ നിറയും. ഈ 1 മണിക്കൂർ ആകുമ്പോൾ അത് ഒഴിച്ച് പൊക്കോട്ടെ, കുഴപ്പമില്ല. അത് കുറേശ്ശെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും, റെഡി ആവും. പിന്നെ പറഞ്ഞ എന്തായിരുന്നു പ്രശ്നം? കാലുവേദന. കാലില് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ മുട്ടിങ്ങനെ നീക്കുമ്പോഴും മടക്കുമ്പോഴും ഒക്കെ ഒരു ടിക് ടിക് സൗണ്ട് ഒക്കെ കേൾക്കാറുണ്ടോ? ഉണ്ട്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഇതിലെ കാലില് ഫ്ലൂയിഡിന്റെ അളവ് കുറഞ്ഞിട്ടും ഉണ്ടാവും, കാൽസ്യത്തിന്റെ ഡെഫിഷ്യൻസി ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് ജോയിന്റ് സപ്പോർട്ടും കാൽസ്യവും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഫാസ്റ്റ് റിക്കവറി ഉണ്ടാവും. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആ പ്രശ്നത്തിന് ഒരു മാറ്റം ഉണ്ടാവും കേട്ടോ. അതിന്റെ കൂടെ മുട്ടിന്റെ നേരെ ബാക്കിലാണ് വേദന. ആ മുട്ടിന്റെ മേലെ ഫ്രണ്ടിലുള്ള പ്രശ്നത്തിന് ബാക്കിൽ വേദന വരും.
നിങ്ങൾ മുട്ടിന്റെ ഭാഗത്ത് ചിലപ്പോ ഒരു ഹമ്പ് പോലെ ഒരു ഇറച്ചി മാംസം ഇച്ചിരി കൂടുതൽ അവിടെ പൊന്തിയിട്ടുണ്ടാവും. ഉണ്ടോ? ഇല്ല, പൊന്തിയിട്ടൊന്നുമില്ല. നിങ്ങളൊന്ന് കാല് നിർത്തി വെച്ചിട്ട് നോക്കൂ, ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. നിങ്ങൾക്ക് അടിയിലാണ് വേദനയെങ്കിൽ അങ്ങനെ വരേണ്ട സാധ്യത കൂടുതലാണ്. അവിടെ ഇങ്ങനെ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു മാംസത്തിന്റെ രണ്ട് സൈഡിലുമായിട്ട് തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ പെയിനും ഉണ്ടാവും, വിരലുകൊണ്ട് ഇങ്ങനെ കുത്തി നോക്കിക്കഴിഞ്ഞാല്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് ജോയിന്റ് സപ്പോർട്ടും കാൽസ്യവും കഴിക്കുക. അതേപോലെ തന്നെ എന്താണ് ജോലി? ജോലിയൊന്നുമില്ല, ഇപ്പൊ കുറെ ജോലി നിർത്തിച്ചോ. ഇല്ല. കാല് വയ്യ. ഓക്കെ. അപ്പൊ വീട്ടിൽ തന്നെ ആണല്ലോ. എല്ലാ ദിവസവും ഒരു 3 വെണ്ടയ്ക്ക 2 ഗ്ലാസ് വെള്ളത്തിൽ മുറിച്ചിട്ട് തിളപ്പിക്കുക. തിളപ്പിച്ച് അത് പെട്ടെന്ന് തന്നെ പറ്റൂ കേട്ടോ. ജസ്റ്റ് ഒന്ന് കുത്തി ഉടച്ചു കഴിഞ്ഞാൽ ഒരു കൊഴുത്ത വെള്ളം കിട്ടും, വെണ്ടയ്ക്ക സൂപ്പ്. ഇത് എല്ലാ ദിവസവും ഒരു 11 മണിയാകുമ്പോ കുടിച്ചോളൂ. 11 മണിക്ക് 12 മണിയാകുമ്പോ 11. അതില് ഇച്ചിരി പിങ്ക് സാൾട്ടോ റോക്ക് സാൾട്ടോ ഇന്ദുപ്പോ ഏതെങ്കിലും യൂസ് ചെയ്യാം. വെള്ളം ഉപ്പ് യൂസ് ചെയ്യണ്ട. വെള്ളം ഉപ്പ് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക വീട്ടിൽ നിന്ന്. എന്നിട്ട് ഇച്ചിരി കുരുമുളകും, അത് മാത്രം മതി. വേറെ ഒന്നും പിന്നെ അതിൽ ചേർക്കരുത് കേട്ടോ. വറവിടേം താളിക്കൊന്നും വേണ്ട. ജസ്റ്റ് വെണ്ടയ്ക്ക സൂപ്പാക്കുക, അതിൽ അല്പം ഉപ്പും അല്പം കുരുമുളക് പൊടി ഇട്ടിട്ട് അതിനെ കുടിക്കുക. ഡെയിലി കുടിക്കണം കേട്ടോ. ഓക്കെ. വന്ന് കുറച്ച് ദിവസമൊക്കെ നല്ല ഉറക്കം കിട്ടീനി. ഇന്നലെ ഇന്നും പെട്ടെന്ന് ഉണർന്നു പോവുക 2 മണിയൊക്കെ ആവുമ്പോ. എന്നിട്ട് പിന്നെ ഉറങ്ങാൻ കഴിയില്ല. കുറെ അത് ഇതുകൊണ്ടൊന്നും ആവൂല. ചിലപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടാവും, എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടാവും. അത് ഉള്ളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡിസ്റ്റർബ് സ്ലീപ്പ് ആയിരിക്കും. ഉണ്ടോ? വിഷമമൊന്നും തോന്നിയിട്ടില്ല. തോന്നിയിട്ടില്ല. ഉണർന്നു പോവുകയാണ്, നല്ല ഉറക്കാൻ കിട്ടുന്നത്. അതിന് പെട്ടെന്ന് ചിലപ്പോ എന്റെ സൗണ്ട് കേട്ടിട്ടാവും. അതായത് നമ്മള് കിടക്കുന്നതിന് മുമ്പ് നിങ്ങളൊരു 21 പ്രാവശ്യം ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാം. ഇപ്പൊ ഉറക്കം കിട്ടാത്ത എല്ലാരും ചെയ്തോളൂ കേട്ടോ. ഒന്നുമില്ല, വളരെ സിമ്പിൾ ആണ് ചെയ്യേണ്ടത്. നമ്മൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇരിക്കുക. എന്നിട്ട് കാല് ഡയറക്റ്റ് ഭൂമിയിൽ തറയിൽ തൊടാതെ അവിടെ തറയിൽ തുണിയോ മാറ്റോ എന്തെങ്കിലും ഇട്ടിട്ട് അതിലിരിക്കുക. സ്ട്രെയിറ്റ് ആയിട്ട് നിവർന്നിരിക്കുക. എന്നിട്ട് നിങ്ങളുടെ ഒരു മൂക്ക് അടച്ചു പിടിച്ച് മറ്റേ മൂക്കുകൊണ്ട് ശ്വാസം 1 2 3 4 4 വരെ എണ്ണുന്ന സമയം ഉള്ളിലോട്ട് വലിച്ചെടുക്കുക. ഓക്കെ, ഇങ്ങനെ. അത് കഴിഞ്ഞതിന് ശേഷം 1 2 3 4 5 6 6 വരെ എണ്ണുന്ന സമയം മൂക്ക് ഇങ്ങനെ അടച്ചു പിടിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം ശ്വാസം വലിച്ചെടുത്ത മൂക്കല്ലാണ്ട് ഓപ്പോസിറ്റ് ഉള്ള മൂക്കുണ്ടല്ലോ, ആ മൂക്കിലൂടെ 8 എണ്ണുന്ന സമയം കൊണ്ട് പതുക്കെ ശ്വാസം വിടുക. ഇങ്ങനെ നിങ്ങൾ കറക്റ്റ് 21 പ്രാവശ്യം ചെയ്തിട്ട് നിങ്ങൾ കിടന്നോളൂ. നല്ല അടിപൊളി സ്ലീപ്പ് കിട്ടും. ഓക്കെ. ന്യൂ ഗസ്റ്റ് വന്നതാണ്, അവർക്ക് ഡൗട്ട് ഉണ്ട്. ചോദിച്ചോളൂ. ഒന്ന് മൈക്കിന്റെ അടുത്തോട്ട് വന്നിട്ട് പറയൂ. ഫ്രണ്ട് റെഫറൻസ് ചെയ്തിട്ട് വന്നതാണ്. പൊതുവെ ഇതിനെ പറ്റി കേൾക്കാറുള്ളത് നമ്മളിപ്പം ഹെർബലൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ തടി കൂടുന്നുണ്ട്, വെയിറ്റ് ലോസ് ആവും, പക്ഷെ അതേ കൂടുന്നുണ്ട്. അതെന്തോ. രണ്ടാമത്തെ കാര്യം, പലപ്പോഴും വെയിറ്റ് സ്റ്റെക്കായി കിടക്കും. 2 കിലോ കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ചത്തോളം തന്നെ പോവാം, പിന്നെ കുറയുന്നില്ല. ഫുഡ് കൺട്രോൾ ചെയ്താലും അങ്ങനത്തെ ഒരു വന്നിട്ടുണ്ടല്ലോ അതിന് പോയാലും. അപ്പം ഡയറ്റിൽ എന്താ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞു. ഡയറ്റ് ഏത് ഡയറ്റ്? പേരെന്താ? ഇപ്പൊ രാവിലെയും വൈകുന്നേരം ഇത് അവര് യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഉച്ചക്ക് കഴിക്കുന്നത് എന്തെങ്കിലും പച്ചക്കറി കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ സ്റ്റക്കായി കിടക്കുന്നത്, എന്തുകൊണ്ടാണ് വെയിറ്റ് കൂടുന്നത്? ഇത് കഴിക്കാതില്ല. നമ്മൾ ഇക്കാലത്ത് നിർത്തല്ലോ, നിർത്തി കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഡബിളായിട്ട് കൂടുന്നത്? ഓക്കെ, വെയിറ്റ് കൂടുന്ന എന്താന്ന് ആദ്യം പറഞ്ഞുതരാം കേട്ടോ. നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്യുന്ന പ്രോസസ്സില് രാവിലെയും വൈകുന്നേരവും ഷേക്ക് എടുക്കുമ്പോൾ ഒരു 500 കലോറി ഫുഡ് നമ്മുടെ ശരീരത്തിൽ കയറുന്നുണ്ട്. ഉച്ചയ്ക്ക് വെയിറ്റ് പെട്ടെന്ന് കുറയ്ക്കണമെന്ന് വിചാരിച്ചിട്ട് വളരെ കുറച്ച് ഭക്ഷണം എടുക്കുന്നവരുണ്ടാവും. അങ്ങനെ എടുത്തു കഴിയുമ്പോഴത്തേക്കും അതും ഒരു 300 400 കലോറി ഫുഡ് ആയിരിക്കും നമുക്ക് ശരീരത്തിൽ കയറുക, അല്ലെങ്കിൽ ഒരു 500 കലോറി. അങ്ങനെ നമ്മൾ ടോട്ടൽ ഈ 3 നേരവും കഴിച്ച ഫുഡിന്റെ കലോറി ഏകദേശം 1000 ആയിരിക്കും.
ഒരു ഏകദേശ കണക്കാട്ടോ, കഴിക്കുന്നവരുടെ അളവിന് ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ടാണ് കലോറി ഉണ്ടാവുക. 1000 കലോറിന്റെ ഫുഡാണ് നിങ്ങൾ നിരന്തരം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാല് രാവിലെ നമ്മൾ നോർമലി പിന്നീട് എന്താ കഴിക്കുക? അരി, ഗോതമ്പ്, മൈദ അല്ലെങ്കിൽ മില്ലറ്റ്സ് എന്തെങ്കിലും ഒരു ഫുഡ് കഴിക്കും അല്ലെ? അപ്പൊ അതിന് എന്തായാലും ഒരു 450 to 500 കലോറി ഉണ്ടാവും. ഉച്ചയ്ക്ക് ചിലപ്പോൾ നിങ്ങൾ ഇതുവരെ കഴിച്ചിരുന്ന അതേ അളവിൽ തന്നെ ആയിരിക്കാം ചോറ് കഴിക്കുന്ന, ഒരു 500 കലോറി ഉണ്ടാവും. വൈകുന്നേരവും നിങ്ങൾ രാവിലെ കഴിച്ചതുപോലെ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ടിഫിൻ ആയിരിക്കും എടുക്കൽ, 500 കലോറി ഉണ്ടാവും. ഇപ്പോ നമ്മൾ ഈ 3 നേരവും കഴിച്ച ഫുഡിന്റെ ടോട്ടൽ കലോറി ഏകദേശം ഒരു 1500 ആയിട്ടുണ്ടാവും. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഉണ്ട്. അപ്പോ നമുക്ക് നോർമലി ഷേക്ക് കുടിച്ചിരുന്ന സമയത്ത് എടുത്ത കലോറിനേക്കാൾ കൂടുതൽ കലോറിയുടെ ഫുഡ് നമ്മൾ എടുത്തു. എന്നാൽ അത് ബേൺ ചെയ്യാനുള്ള വർക്കൗട്ടോ വേറെ ജോലികളോ നമ്മൾ ചെയ്യുന്നില്ല എങ്കിൽ നോർമലി നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ കലോറി നമ്മൾ കഴിച്ചു. ആവശ്യമുള്ളതിൽ കൂടുതൽ കലോറി കഴിക്കുമ്പോഴത്തേക്ക് അത് ശരീരത്തിൽ ഫാറ്റ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. ഈ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഫാറ്റ് 8000 കലോറി ആവുമ്പോൾ 1 കിലോ വെയിറ്റ് കൂടും. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വെയിറ്റ് ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കലോറി മാനേജ് ചെയ്ത് ഭക്ഷണം കഴിക്കണം. അതിന്റെ കൂടെ വർക്കൗട്ട് ചെയ്ത് നമ്മുടെ മെറ്റാബോളിസം കൂട്ടിയെടുക്കണം. നമ്മുടെ ബോഡിയുടെ മെറ്റാബോളിസം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര വേണോ കഴിക്കാം, കുഴപ്പമില്ല. അതേപോലെ നമ്മുടെ ശരീരത്തിലെ ഫാറ്റ് നമ്മൾ ഐഡിയൽ ആക്കി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഫുഡ് കഴിക്കാൻ പറ്റും. പെട്ടെന്ന് നമുക്ക് ഫാറ്റ് ഡെപ്പോസിറ്റ് ആവില്ല. കാരണം ഫസ്റ്റ് ദിവസം നമ്മൾ ഇന്ന് കഴിക്കുന്ന ഫുഡ് ലിക്വിഡ് ഫാറ്റ് ആയിട്ട് നമുക്ക് ഏകദേശം ഒരു 5-6 ദിവസം നമ്മുടെ ബോഡിയിൽ നിൽക്കുക. നമ്മൾ ഒരു ദിവസം ഹെവി ആയിട്ട് കഴിച്ചാലും പിറ്റേ ദിവസം നമ്മൾ കഴിക്കുന്ന നോർമൽ ആണെങ്കിൽ ആ ലിക്വിഡ് ഫാറ്റ് താനേ തന്നെ റിമൂവ് ആവും. ഇപ്പൊ ഐഡിയൽ വെയിറ്റ് റീച്ച് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം, അതേപോലെ തന്നെ ഐഡിയൽ ഫാറ്റ് റീച്ച് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം. ചില ദിവസങ്ങളിൽ ചില ഫംഗ്ഷനിലൊക്കെ അവർ നല്ല ഹെവി ആയിട്ട് കഴിക്കും. പിറ്റേ ദിവസം നോക്കുമ്പോൾ 1-2 കിലോ കൂടുകയും ചെയ്യും. എന്നാൽ അത് 2 ദിവസം കൊണ്ട് അവർ നോർമലിലോട്ട് എത്തും. ഇവിടെ നമ്മൾ കലോറി മാനേജ്മെന്റ് ആണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ കലോറി മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രശ്നം ഉണ്ടാവില്ല. രണ്ടാമത്, നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവ് കുറയ്ക്കലല്ല വേണ്ടത്, അതിന്റെ ക്വാളിറ്റി ചേഞ്ച് ചെയ്യലാണ് വേണ്ടത്. നിങ്ങൾ ഡെയിലി ഒരു പ്ലേറ്റ് നിറയെ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നെങ്കിൽ ഇപ്പോഴും കഴിക്കണം. പക്ഷെ ഈ കഴിക്കുമ്പോൾ നമ്മൾ ഒരു പ്ലേറ്റ് നിറയെ ചോറാണ് എടുത്തിരുന്നെങ്കിൽ അത് 4-1 ആക്കിയിട്ട് ബാക്കി പകുതിയോളം വേവിച്ചതും വേവിക്കാത്തതുമായിട്ടുള്ള വെജിറ്റബിൾസ് സാലഡ് ആയിട്ടും ഉപ്പേരി ആയിട്ടും എടുക്കുക, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് എടുക്കുക. അതിന്റെ 4-1 ഭാഗത്തിന് പ്രോട്ടീൻ കിട്ടാനുള്ള ഭക്ഷണം എടുക്കുക. ഈ രീതിയിൽ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കലോറി അങ്ങോട്ട് ഡൗൺ ആവില്ല, മെറ്റാബോളിസം താഴൂല. നോർമലി ഉണ്ടായിരുന്ന അതേ അവസ്ഥയിൽ തന്നെ മെറ്റാബോളിസം നിൽക്കുകയും ചെയ്യും. എന്നാലും നിങ്ങൾ കഴിച്ച ഭക്ഷണത്തിന് കാലറിന്റെ അളവ് കുറഞ്ഞു വരികയും ചെയ്യും. കാരണം നമ്മൾ കൂടുതൽ വെജിറ്റബിൾസ് ഒക്കെ ആണല്ലോ കഴിക്കുന്നത്, അതിന് കാലറി കുറവാണ്. ഇങ്ങനെ നമ്മൾ മാനേജ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വെയിറ്റ് ലോസ് ആവുകയും ചെയ്യും. എന്നാൽ നമുക്ക് നമ്മുടെ കലോറി BMR കുറയുകയില്ല. ഓക്കെ, പിന്നെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഒരു കാര്യം കൂടെ ചോദിച്ചല്ലോ, ക്ലിയർ ആണ്? ആരെങ്കിലും ഒന്ന് പറയൂ. ഡയറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ഫുഡ് കഴിക്കാൻ പറ്റുമെന്നാണ് ചോദിച്ചത്. ഓക്കെ, ഇയാൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആളാണോ? ഇല്ല, ഹെൽത്ത് ഇഷ്യൂ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നോർമലി കഴിക്കാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും കഴിക്കാം. അതിൽ പൊരിച്ച് കഴിക്കരുത്, ഫാസ്റ്റ് ഫുഡ് കഴിക്കരുത്, ബേക്കറി ഐറ്റംസ് കഴിക്കരുത്. ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇപ്പൊ മീന് കഴിക്കണമെങ്കിൽ കഴിക്കാം, പക്ഷെ മീന് കറി വെച്ചിട്ടോ വറ്റിച്ചിട്ടോ കഴിക്കാം. ചിക്കൻ കഴിക്കാം, ചിക്കൻ കറി വെച്ചിട്ടോ വരട്ടിയിട്ടൊക്കെ കഴിക്കാം, പൊരിച്ച് കഴിക്കരുത്. എയർ ഫ്രയറിൽ വേണമെങ്കിൽ ഫ്രൈ ആക്കിയിട്ട് കഴിക്കാം. അതേപോലെ ഡെയിലി ബേസിൽ മുട്ട കഴിക്കുക, ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുക. നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യുന്നുണ്ട്, ഷേക്ക് കുടിക്കുന്നുണ്ട്, ഷേക്കിൽ നിന്ന് എല്ലാം കിട്ടുമെന്ന് വിചാരിച്ച് ഒരു ഇച്ചിരി ചോറ് ഒരു ഇച്ചിരി ഉപ്പേരി മാത്രം എടുത്ത് കഴിക്കരുത്. അതൊരു സമീകൃത ആഹാരമല്ല. നമ്മൾ ചോറ് കഴിക്കുക, വേവിച്ചിട്ടുള്ള ഉപ്പേരികൾ കഴിക്കുക, അതേപോലെ പച്ചക്കറികൾ എന്തെങ്കിലും യൂസ് ചെയ്യുക, അതിന്റെ കൂടെ സാലഡ് പോലെ എടുക്കുക. അതേപോലെ തന്നെ പ്രോട്ടീൻ കിട്ടാൻ വേണ്ടി മീന്, മുട്ട, ഇറച്ചി എന്തെങ്കിലും ഒന്ന് എടുക്കുക. ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ കഴിക്കുമ്പോഴാണ് നമ്മൾ നല്ല ഹെൽത്തി ആവുക. അങ്ങനെ കഴിച്ച് വെയിറ്റ് കുറയ്ക്കുന്നവർക്ക് പിന്നീട് വെയിറ്റ് കൂടൂല, കാരണം അവരുടെ മെറ്റാബോളിസം ഒക്കെ അങ്ങനെ തന്നെ നിൽക്കും. പിന്നെ വെയിറ്റ് സ്ട്രക്ക് ആവുന്ന കാര്യം ചോദിച്ചു. വെയിറ്റ് സ്ട്രക്ക് ആവുന്നത്, ഒന്ന്, നമ്മുടെ ബോഡിയുടെ കലോറിയുടെ അതേ അളവിലുള്ള ഫുഡ് നമ്മൾ കഴിച്ചാൽ വെയിറ്റ് കുറയില്ല. കാരണം നമുക്കിപ്പോ ഓൾറെഡി ഇപ്പൊ ഈ ഒരു ഗ്ലാസ്സിൽ ഇത്ര സ്പേസ് ഉണ്ടല്ലേ,
ഈ സ്പേസ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് അതിന് വെള്ളം ഒഴിക്കാൻ പറ്റുള്ളൂ. എന്നാൽ ഇത് ഈക്വൽ ആക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ വെള്ളം ഒഴിക്കാൻ പറ്റുമോ? പറ്റില്ല. നമുക്ക് അവിടെ സ്പേസ് കുറയും. അതേപോലെയാണ് നമ്മുടെ മെറ്റാബോളിസം നമുക്കുള്ളതിന്റെ അതേ അളവിനാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ നമുക്ക് വെയിറ്റ് കുറയില്ല. രണ്ടാമത്, നമ്മൾ വെയിറ്റ് കുറയുന്ന പ്രോസസ്സ് ഒറ്റയടിക്ക് വെയിറ്റ് കുറഞ്ഞുകൊണ്ടേയിരിക്കുകയല്ല. ആദ്യം വെയിറ്റ് കുറയും, അതിനുശേഷം ബോഡിയിലെ ഫാറ്റ് കുറയും, ഇതിനുശേഷം ബോഡിയിലെ മെഷർമെന്റ് ടൈറ്റ് ആവും. ഈ ഒരു 3 പ്രോസസ്സും നടക്കും. അപ്പൊ വെയിറ്റ് കുറയുന്ന സമയത്ത് വെയിറ്റ് സ്ട്രക്കായി നിൽക്കുമ്പോൾ നിങ്ങളുടെ ഫാറ്റ് കുറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് വഴിയിലാണ്. വെയിറ്റും ഫാറ്റും നിങ്ങൾക്ക് കുറഞ്ഞതിന് ശേഷം നിങ്ങളുടെ ഡ്രസ്സൊക്കെ ഒന്ന് ലൂസായി നിങ്ങളുടെ മെഷർമെന്റ് ടൈറ്റ് ആയെങ്കിൽ ഓക്കെയാണ്. അതൊരു 4-5 ദിവസം ഉണ്ടാവുള്ളൂ ആ ഒരു സ്ട്രക്കിങ് അങ്ങനെ നിൽക്കുന്നത്. അതിലും കൂടുതൽ നിൽക്കുകയാണെന്നെങ്കിൽ നിങ്ങളുടെ ഡയറ്റ് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യേണ്ടി വരും, ഒന്ന് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. അത് ഷിഫ്റ്റ് ചെയ്താൽ 1-2 ദിവസം കൊണ്ട് വീണ്ടും റെഡ്യൂസ് ആയി തുടങ്ങും. ഓക്കെ, മനസ്സിലായി? ക്ലിയർ ആയില്ലെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. കേൾക്കുന്നുണ്ട്, പറയൂ. ഞാൻ ഇവിടെ ആദ്യമായിട്ടാ വരുന്നത്. ആ, ക്ലാസ് ഒന്നും കേൾക്കാൻ പറ്റിയിട്ടില്ല. ലേറ്റ് ആയിട്ട് എത്തി. ഓക്കെ. എന്റെ ചോദ്യം എന്ന് വെച്ചാല് നമ്മള് പിന്നെ ഈ ഫാറ്റ് വെയിറ്റ് ഒക്കെ കൂടുതലുണ്ട് കുറച്ച്. സാധാരണ ഈ സോഡിയത്തിന്റെ കാൽസ്യത്തിന്റെ ഒക്കെ പ്രശ്നങ്ങൾക്ക് ഈ കംപ്ലീറ്റ് ബ്ലഡ് ടെസ്റ്റ് എടുക്കാറുണ്ട്. അത് എടുത്തു കഴിഞ്ഞാൽ അറിയാൻ പറ്റുമല്ലോ. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഇവിടെ കംപ്ലീറ്റ് ടെസ്റ്റിംഗ് ഉണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യം. ബ്ലഡ് ടെസ്റ്റ് നിങ്ങൾ പുറമേ നിന്ന് എടുക്കണം. നമുക്ക് ലാബ് ഇല്ലല്ലോ. നമ്മുടേത് ഡ്രഗ്സ് അല്ല, മെഡിസിൻസ് അല്ല. മെഡിസിൻ കൊടുക്കുന്നവർക്കാണ് അവിടെ ലാബും കൂടെ ഉണ്ടാവുക. അതായത് മെഡിക്കൽ സ്റ്റോറിലാണ് നമുക്ക് ലാബ് ഉണ്ടാവുക. നമ്മുടേത് ഫുഡാണ്. അതുകൊണ്ടാണ് നമുക്ക് FSSAI സർട്ടിഫിക്കറ്റ് ഉള്ളത്. ഫുഡിന്റെ സ്ഥലത്ത് നമുക്ക് ലാബ് ഇല്ല. അപ്പൊ വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ലാബിൽ നിന്ന് ഫുൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം. ഫുൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ബോഡിയിലെ പ്രോട്ടീൻ്റെ അളവും വൈറ്റമിൻസിന്റെ അളവും ഇതേപോലെ കാൽസ്യം അങ്ങനെയുള്ള കാര്യങ്ങൾ മൊത്തം കിട്ടും. എന്നിട്ട് അതിൽ നിങ്ങൾക്ക് ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അത് കവർ ചെയ്യുന്ന രീതിയിലുള്ള സപ്ലിമെന്റ് ഏതാന്ന് കൂടെ ചോദിച്ചിട്ട് അതും കഴിക്കുക. ഭക്ഷണത്തില് ആ വൈറ്റമിൻസ്, നിങ്ങൾക്ക് ഡെഫിഷ്യൻസി ഉള്ള വൈറ്റമിൻസ് കിട്ടുന്ന സാധനങ്ങൾ കുറച്ചുകൂടെ കൂടുതലാണ്. ഇവിടുന്നുള്ള ഫുഡ് ഐറ്റംസ് നമുക്ക് നൽകിയിട്ട് ക്രമീകരിക്കുകയാണോ വെയിറ്റും കാര്യങ്ങളൊക്കെ? അതെ അതെ, നമ്മുടേത് ഭക്ഷണമാണ്, ഫുഡാണ്, 100% ഫുഡാണ്. പുറമെ കഴിക്കുന്ന ഭക്ഷണത്തിൽ നമ്മൾ ലിമിറ്റ് ചെയ്യണം. അതുകൂടി ചെയ്യുമ്പോഴല്ലേ റെഡി ആവുള്ളൂ. പുറമെ കഴിക്കുന്ന ഭക്ഷണത്തില് ലിമിറ്റ് ചെയ്യണ്ടേ? അല്ല, നിങ്ങൾ ഇവിടുന്ന് തരുന്ന ഭക്ഷണം നമ്മൾ വേറെ പുറത്ത് എന്തും കഴിക്കുക എന്നുള്ള രീതിയിലേക്ക് പോലല്ലോ. അല്ലല്ല, നമ്മൾ ഇവിടുന്ന് തരുന്നത് നിങ്ങൾക്ക് രാവിലെ കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ. രാവിലെ നിങ്ങൾ ഇനി വേറൊന്നും കഴിക്കണ്ട. ഇപ്പൊ അണ്ടർ വെയിറ്റ് ഇല്ലാത്ത ഒരാൾ, വെയിറ്റ് കൂട്ടാനില്ലാത്ത ആളാണെങ്കിൽ, വെയിറ്റ് കുറച്ചുകൊണ്ടിരിക്കേണ്ട ആളാണെങ്കിൽ രാവിലെ കഴിക്കുന്ന ഈ ഒരു ഷേക്ക് മതി. നമുക്ക് 5 മണിക്കൂറിന് ധാരാളമാണ്. ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസ്, പ്രോട്ടീൻസ്, ഫൈബർ ഇതെല്ലാം ആ ഒരു ഷേക്കിൽ അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എങ്ങനെ ഭക്ഷണം ക്രമീകരിക്കണമെന്ന് കോച്ച് പറഞ്ഞുതരും. ഫുഡ് പ്ലേറ്റ് അറേഞ്ച് ചെയ്യേണ്ടതെന്ന് കോച്ച് പറഞ്ഞുതരും. അതിനനുസരിച്ച് ഫുഡ് പ്ലേറ്റ് അറേഞ്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഫാറ്റ് കുറയും. നമ്മൾ ആ ഒരു അറേഞ്ച്മെന്റ്സ് കറക്റ്റ് ആവാത്തത് കൊണ്ടാണ് നമുക്ക് ഫാറ്റ് കുറയാത്തത്, ഫാറ്റ് കൂടിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം വളരെ കുറവായിരിക്കും, എന്നിട്ട് നിങ്ങളുടെ ശരീരത്തിൽ ഫാറ്റ് കൂടും. എൻ്റെ അടുത്ത് ചിലർ വരാറുണ്ട്, ഞാൻ തീരെ ഫുഡൊന്നും കഴിക്കാറില്ല ടീച്ചറെ, പക്ഷെ എനിക്ക് വെയിറ്റ് കൂടിക്കൊണ്ടേയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കഴിക്കുന്ന ഭക്ഷണം ചിലപ്പോൾ ഫാറ്റ് കൂടിയ ഭക്ഷണമായിരിക്കും. ഇപ്പൊ നിങ്ങളുടെ ഒരു ഫുഡ് പ്ലേറ്റ് എങ്ങനെ അറേഞ്ച് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു രീതിയിലാണ് ഫുഡ് പ്ലേറ്റ് അറേഞ്ച് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എത്ര വലിപ്പത്തിലുള്ള പ്ലേറ്റും എടുക്കാം, കുഴപ്പമില്ല. ആ പ്ലേറ്റിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഇതിന്റെ 4ൽ1 ഭാഗത്ത് മാത്രം നിങ്ങൾ ചോറ് വെക്കുക. അതിന്റെ 4ൽ1 ഭാഗത്തിൽ വേവിച്ചിട്ടുള്ള വെജിറ്റബിൾസ്, അത് ഉപ്പേരി ആവാം, അവിയലാവാം, കൂട്ടുകറി ആവാം, എന്തും ആവാം. ഇനി ഒരു ഭാഗം നമുക്ക് വേവിക്കാത്ത വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ്. പിന്നുള്ള ഒരു ഭാഗം പ്രോട്ടീൻ കിട്ടാൻ വേണ്ടിയിട്ട് മീൻ, ഇറച്ചി, മുട്ട അങ്ങനെയുള്ള സാധനങ്ങൾ. ഇത് ഇത്രയും ഈ രീതിയിലാണ് നിങ്ങൾ ഫുഡ് പ്ലേറ്റ് അറേഞ്ച് ചെയ്ത് കഴിച്ചാൽ അതൊരു സമീകൃത ആഹാരമാണ്. അങ്ങനെ നമ്മൾ കഴിക്കുമ്പോഴത്തേക്ക് നമുക്കത് വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും, ഫാറ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, എന്തോ വേവിച്ചോ ഭക്ഷണം വേവിക്കാത്ത ഭക്ഷണം ഒരുമിച്ച് കഴിക്കുന്നതുകൊണ്ട് പ്രശ്നം ഉണ്ടാവും.
വേവിക്കാത്ത ഭക്ഷണം ആദ്യം കഴിക്കുക. അതായത് സാലഡ്, ഫ്രൂട്ട്സ് അങ്ങനെയുള്ള സാധനങ്ങൾ ഫസ്റ്റ് കഴിക്കുക. അതിനുശേഷം വേവിച്ചത് കഴിക്കുക. ഹായ് മാഡം, ആ മലപ്പുറത്ത് നിന്നൊരു ന്യൂ ഗസ്റ്റ് ഉണ്ട്. അവർ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാൻ. ഓക്കെ. ഹലോ 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 പറയൂ. ഹലോ ആ പറയൂ. രണ്ടും കൂടി എന്താണ് പേര്? എന്റെ ആ ഞാൻ മുഹമ്മദ് അലി. ഓക്കെ. 10-15 മിനിറ്റ് ആയിട്ടുള്ളൂ. ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഓ അത് ശരി. ഫ്രഷ് കൊടുത്തോ? നിങ്ങൾക്ക് അവിടുത്തെ ഒരു ഹെർബൽ ടീ തന്നോ? ആ കിട്ടി, കുടിച്ചു. കുടിച്ചപ്പോ ഇഷ്ടായോ? എന്ത് കുടിച്ചപ്പോ അത് ഇഷ്ടായോ? അങ്ങനത്തെ ഞാൻ കഴിക്കാറുണ്ട്. കഴിക്കാറുണ്ട്. ഞാനൊക്കെ ഫസ്റ്റ് ഇത് കുടിച്ചപ്പോ എനിക്ക് ഇഷ്ടമായിട്ടില്ലായിരുന്നു കേട്ടോ, അതുകൊണ്ട് ചോദിച്ചതാണ്. അപ്പൊ നിങ്ങൾ കുടിക്കാറുണ്ട് എങ്കിൽ നിങ്ങൾ ഇതുവരെ കുടിച്ചിരുന്ന മറ്റേ ഹെർബൽ ടീയിൽ വെച്ചിട്ട് ഏറ്റവും പ്രീമിയം ക്വാളിറ്റി ഹെർബൽ ടീ ആണ്. കാരണം നോർമലി നമ്മൾ കഴിക്കുന്ന ഗ്രീൻ ടീക്കൊക്കെ ഒരു കയ്പാണ്. പക്ഷെ ഇതിന് കയ്പൊന്നുമില്ല, നല്ല ടേസ്റ്റ് ആണ്. അത് തന്നെ നമുക്ക് ഒരുപാട് ഫ്ലേവേഴ്സ് ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ടേസ്റ്റിൽ മാറി മാറി കഴിക്കാനും പറ്റും. ഓക്കെ കാക്ക, വെയിറ്റ് ലോസിനാണോ വന്നത്? എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ഉണ്ടോ? ഞാനിപ്പോ 64 വയസ്സ്, ആ 83.8 ആണ് ഇപ്പൊ ഇന്ന് ഇവിടെ വെയിറ്റ് നോക്കിയപ്പോ. 61 ഹൈറ്റ്, ഓക്കെ. 83.8. ഓക്കെ, അപ്പൊ വെയിറ്റ് ലോസ് ചെയ്യണം. കുറച്ച് വെയിറ്റ് കുറയ്ക്കാണ്ട് കേട്ടോ. 52 കിലോ. ഞാൻ 88 ഉണ്ടായിരുന്നു. അപ്പൊ ഒരു കുറച്ചായിട്ട് ഷുഗർ ഒഴിവാക്കി. ഷുഗർ എന്ന് പറഞ്ഞാല് ചായയില് മാത്രമേ മധുരം ഒഴിവാക്കിയിട്ടുള്ളൂ. ആ എന്നാലും സാധാരണ മുമ്പൊക്കെ കഴിച്ചിരുന്ന അത്ര മധുരം ഉപയോഗിക്കുന്നില്ല. ബേക്കറി ഒക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് കൊണ്ടുവരണം എന്ന് ആഗ്രഹമുണ്ട്. പറയൂ. കൊച്ചവര് ഫാറ്റ് 35.4 ഉണ്ട്. ആ അതേപോലെ ഇസ്രൽ ഫാറ്റ് 24.5. 24ഓ? 24.5. അപ്പൊ അതിനെ പറ്റി ഒരു ചെറിയൊരു അവയർനെസ് കൊടുക്കണം. ഓക്കെ ഓക്കെ. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുമല്ലോ അല്ലെ? പറഞ്ഞു കൊടുത്തിട്ടില്ല അല്ലെ? ചെക്ക് ചെയ്തിട്ടേ ഉണ്ടാവുള്ളൂ. സമയം കിട്ടിയിട്ടില്ല. ഓക്കെ ഓക്കെ. കാക്ക, നിങ്ങൾക്ക് വെയിറ്റ് മാത്രമല്ല കൂടുതലുള്ളത്. ശരീരത്തിൽ നമുക്ക് വെയിറ്റ് കൂടുമ്പോഴത്തേക്ക് രണ്ട് രീതിയിൽ വെയിറ്റ് കൂട്ടാൻ പറ്റും. നല്ല ഭക്ഷണം കഴിച്ച് മസിൽസ് സ്ട്രോങ് ആക്കി വെയിറ്റ് കൂട്ടാൻ പറ്റും. അത് ഓക്കെയാണ്, നല്ലതാണ്. എന്നാൽ നമുക്ക് ഫാറ്റ് കൂടിയിട്ടാണ് വെയിറ്റ് കൂടുന്നതെങ്കിൽ അവിടെ നമുക്കൊരു പ്രോബ്ലം വരും. കാരണം നമുക്ക് മസിൽ ഇരിക്കേണ്ട സ്ഥലത്ത് മസിൽ ഉണ്ടാവില്ല, കൊഴുപ്പാണ് ഉണ്ടാവുക. അപ്പൊ നമുക്ക് മസിൽ ലോസ് ആവും, മസിൽ കുറയും. നോർമലി നിങ്ങൾക്ക് കുറച്ചു കാലം മുമ്പ് ഉണ്ടായിരുന്ന കൈക്കും കാലിനുള്ള ബലം ഇപ്പൊ ഉണ്ടാവില്ല. പ്രത്യേകിച്ച് ഷുഗറും കൂടെ വന്നതുകൊണ്ട്. ഷുഗർ വരുമ്പോഴത്തേക്ക് നമ്മുടെ ഞരമ്പുകളെയൊക്കെ അത് ബാധിക്കും. ഞരമ്പുകൾക്ക് ബലം കുറയും. അതേപോലെ നമുക്ക് ഫാറ്റ് കൂടുമ്പോഴത്തേക്ക് മസിൽ ലോസ് ആവും, മസിലിനും ബലം കുറയും. ഇത് നമ്മുടെ പുറമേ ഉള്ളത്. ഇത് പോരാഞ്ഞിട്ട് ഇപ്പൊ നിങ്ങൾക്ക് ഫാറ്റി ലിവർ, വിസറൽ ഫാറ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. നോർമലി ജെൻസിന് 9 വരെ പറ്റും. പക്ഷേ 24 പോയിന്റ് ഉണ്ടെന്ന് പറയുമ്പോൾ ഫാറ്റി ലിവർ ഉണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഫാറ്റി ലിവർ സ്കാൻ ചെയ്ത് നോക്കാം. ഹലോ, വിസറൽ ഫാറ്റ് എന്ന് പറഞ്ഞാൽ എന്താന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞുതരാണ്, ഞാൻ പറയാണ്. ഓക്കെ, ഈ വിസറൽ ഫാറ്റ് നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. അത് സ്കാനിങ് ചെയ്തിട്ടാണ് അറിയല്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഉള്ളിലുള്ള ഓർഗൻസ്, കിഡ്നി, ഹാർട്ട്, ലിവർ, അതേപോലെ നമ്മുടെ ബ്ലഡ് പൈപ്പുകൾ, ഇതിന്റെ ഉള്ളില് കൊഴുപ്പ് നിറയും. അതായത് ബ്ലഡ് പൈപ്പിന്റെ ഉള്ളിൽ കൊഴുപ്പ് നിറയും. കിഡ്നിയുടെ പുറത്ത് ഒരു ആവരണം പോലെ കൊഴുപ്പ് നിറയും. ഹാർട്ടിന്റെ സൈഡിൽ കൊഴുപ്പ് നിറയും. നമ്മുടെ ലിവറിന്റെ കളറേ മാറും. നല്ല ചുവന്ന കളറിലുള്ള ലിവർ, ഫാറ്റി ലിവർ വന്നു കഴിഞ്ഞാൽ അതിന്റെ കളർ മഞ്ഞയാവും. അങ്ങനെ സ്ലോലി നമ്മൾ ഒരു അൺഹെൽത്തി സിറ്റുവേഷനിലോട്ട് പോകും. അപ്പൊ ഈ ഒരു സംഭവത്തിൽ നിന്ന് നമ്മൾ മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അസുഖങ്ങൾ വരേണ്ട ചാൻസ് കൂടുതലാണ്. അപ്പൊ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുക, ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ടൊരു 10 ദിവസം കൊണ്ട് നല്ലൊരു ഹൈ റിസൾട്ട് എടുക്കുക. വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് റിസൾട്ട് എടുക്കാനും ഇപ്പോഴുള്ള എനർജി ലെവലിനെക്കാളും നന്നായിട്ട് കൂട്ടാൻ വേണ്ടിയിട്ടും പറ്റും. ഇപ്പൊ ഞാൻ വിസറൽ ഫാറ്റ് 9 വരെ പാടുള്ളൂ. ഇപ്പോ
ഇതുപോലെയാണ് നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പുണ്ടാവല്. നോർമൽ കണ്ടീഷനിലുള്ള ഒരാളുടെ ശരീരത്തിൽ ഇതേപോലെ ഒരു സൈഡിൽ കുറേശ്ശെ കൊഴുപ്പുണ്ടാവും. എന്നാൽ നമുക്ക് ബോഡിയിൽ കൊഴുപ്പിന്റെ അളവ് കൂടി കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ഇതുപോലെ വീർത്തു വരും. നമുക്ക് സ്വയം തന്നെ നോക്കിയാൽ മനസ്സിലാവും. നമ്മുടെ ഷോൾഡറിന്റെ ഈ ഭാഗത്തിനൊക്കെ ചിലപ്പോൾ ഒരു വിരിവ് വന്നിട്ടുണ്ടാവും. നമ്മുടെ വയറിന്റെ സൈഡിലൊക്കെ ഇങ്ങനെ കട്ടകട്ടയായിട്ട് വന്നിട്ടുണ്ടാവും. നമ്മുടെ കഴുത്തിന്റെ ഭാഗത്ത്, തലയുടെ ഈ ഒരു മുഖത്തിന്റെ ഈ ഭാഗത്തില് ഒരു ഡബിൾ ചിൻ, രണ്ടാമതൊരു താടി വന്നിട്ടുണ്ടാവും. അതേപോലെ നമുക്ക് നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പ് എവിടെയൊക്കെയാണ് കൂടുതലായിട്ടുള്ളതെന്ന് അറിയാൻ പറ്റുമല്ലോ. ഈ കൊഴുപ്പ് കൂടിക്കഴിഞ്ഞാൽ ഇതേപോലെ നമ്മുടെ രക്തക്കുഴലിന്റെ ഉള്ളിൽ കൊഴുപ്പ് നിറയും. ഇത് രക്തക്കുഴലിനെ വലുതാക്കിയിട്ടുള്ള ഒരു പിക്ചറാണ്. രക്തക്കുഴലിൽ കൊഴുപ്പ് നിറയുമ്പോഴാണ് രക്തത്തിന് പോകാനുള്ള ഗ്യാപ്പ് ഇല്ലാണ്ടാവും. ഇതിനെയാണ് നമ്മൾ വിസറൽ ഫാറ്റ് അഥവാ ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. ഈ ഗ്യാപ്പ് ഇല്ലാണ്ടാവുമ്പോഴത്തേക്ക് രക്തം ഭയങ്കര പ്രസ് ചെയ്ത് നന്നായിട്ട് ബുദ്ധിമുട്ടിയിട്ടാണ് പോവുക. ആ ഒരു ബുദ്ധിമുട്ട് കൂടുമ്പോഴാണ് നമുക്ക് നെഞ്ചുവേദനയൊക്കെ ഉണ്ടാവുക. ഇത് തന്നെ നമ്മുടെ തലച്ചോറിലോട്ടുള്ള രക്തക്കുഴലിലാണ് കൊഴുപ്പ് നിറഞ്ഞു കഴിഞ്ഞാൽ അത് സ്ട്രോക്ക് ആവും. എന്നാൽ ഹാർട്ടിലോട്ടുള്ള രക്തക്കുഴലിൽ കൊഴുപ്പ് നിറഞ്ഞു കഴിഞ്ഞാൽ അത് ബ്ലോക്കോ അറ്റാക്കോ ആവും. ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതേപോലെയാണ് നമുക്ക് കൊഴുപ്പ് കൂടുതലായിട്ട് നമ്മുടെ ഓർഗൻസിനെ കവർ ചെയ്യുന്നത്. ഇങ്ങനെ കവർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലിവറിന്റെ കളറ് ഈ മറൂൺ കളറിൽ നിന്ന് മാറിയിട്ട് യെല്ലോ കളറാവും. അതേപോലെ അതിന്റെ ഘടനയ്ക്ക്, അതിന്റെ രീതിക്ക് മാറ്റം വരും. ഈ ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. ഇത് ഇപ്പൊ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നോർമലൈസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഫാറ്റി ലിവർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് മെഡിസിൻസ് ഇല്ല. അത് നമ്മൾ ഭക്ഷണത്തിൽ തന്നെ മാറ്റം വരുത്തണം. അപ്പൊ കാക്ക പൊരിച്ച സാധനങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക കുറച്ച് ദിവസത്തേക്ക്. കുറച്ച് ദിവസം കഴിഞ്ഞാൽ കഴിക്കാം. നമ്മളിപ്പോ ഇത്രയും കാലം കഴിച്ചില്ലേ, ഇത്രയും കാലം കഴിച്ച് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള പ്രശ്നങ്ങളാണ്. അപ്പൊ നമ്മളൊരു 2-3 മാസം അത് ഒഴിവാക്കിയാൽ ആ പ്രശ്നം മാറ്റാൻ പറ്റും. അതോടുകൂടി നിങ്ങൾ പഠിക്കും എന്തൊക്കെ എങ്ങനെ കഴിക്കണം, എപ്പോൾ കഴിക്കണം എന്ന് പഠിക്കാം. അതിനുശേഷം നിങ്ങൾക്ക് എല്ലാം കഴിക്കാൻ പറ്റും. അപ്പോഴത്തേനും നിങ്ങളുടെ ഹെൽത്ത് നിങ്ങൾക്ക് ബെറ്റർ ആക്കി എടുക്കാനും ഷുഗർ ലെവൽ കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ഈ ഒരു വിസറൽ ഫാറ്റ് നോർമലൈസ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ശരീരത്തിലെ കൊഴുപ്പ് കുറയ്ക്കാനും പറ്റും. ഇത് ഇത്രയും കുറയ്ക്കുമ്പോ ഇപ്പൊ ആ കാർഡിൽ ഏറ്റവും അവസാനം ബോഡി ഏജ് എന്ന് പറഞ്ഞൊരു സാധനം എഴുതിയിട്ടുണ്ട്. അത് എത്രയുണ്ട്? 74. നിങ്ങളുടെ വയസ്സ് എത്രയാണ്? 64. അപ്പൊ നിങ്ങൾക്ക് ഒരു 10 വയസ്സ് ഇപ്പൊ നിങ്ങളുടെ ഓർഗൻസിന് കൂടുതലാണ്. അതിന്റെ ആരോഗ്യസ്ഥിതി 74 വയസ്സായ ആളിന്റെ ആരോഗ്യത്തിലാണ്. ഇതും നിങ്ങൾക്ക് കുറച്ച് നിങ്ങളുടെ 64ലോട്ടും 54ലോട്ടും കൊണ്ടുവരാൻ പറ്റും. ഇപ്പൊ അംസാക്കൊക്കെ അങ്ങനെ ചുള്ളനായ ആളാണ്. അമ്മോനും മരുമോനും കൂടെ ഒക്കെ പോയി കഴിഞ്ഞാല് ഇത് ആരാ അളിയനാണോ എന്നൊക്കെ ചോദിക്കുന്ന സിറ്റുവേഷൻ ആണ്. മൊഴിയേജ് 59. നോർമൽ വയസ്സ് 57. ഇന്ന് ഞാൻ 50 വയസ്സിലാണ് നിൽക്കുന്നത്. 50 വെരി ഹാപ്പിയാണ്. അതേപോലെ എന്റെ ബോഡി ഫാറ്റ് 28 ആയിരുന്നു, ഇപ്പൊ 22-ല് നിൽക്കുന്നുണ്ട്. വിസറൽ ഫാറ്റ് 14 ആയിരുന്നു, അത് ഞാൻ 8.5-ലാണ് ഇപ്പൊ നിൽക്കുന്നത്. ഓക്കെ. അപ്പൊ അതേപോലെ നമുക്ക് നോർമലൈസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. എല്ലാവർക്കും പറ്റുന്ന കാര്യമാണ് കേട്ടോ. അല്ലാണ്ട് അവർക്ക് മാത്രമാണ് പറ്റുക, എനിക്ക് പറ്റൂല, അങ്ങനെയൊന്നുമില്ല. നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടും. കുറച്ച് നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് എത്രയും ഫുഡ് കഴിക്കാം. ഞാൻ എന്റെ ഐഡിയൽ വെയിറ്റ് 2 കിലോ താഴെ വന്ന് നിൽക്കുമ്പോ എനിക്ക് എന്ത് കഴിച്ചാലും വെയിറ്റ് കേറുന്നില്ല. എന്ത് കഴിക്കുന്നുണ്ട് ഞാൻ ഇവിടെ പറയാൻ പാടില്ല. ഞാൻ സെൻട്രലിലേക്ക് വരുമ്പോ 2 കോഴിക്കുട്ടി ഒരു ഇതൊക്കെ കഴിച്ചിട്ടാണ് ഞാൻ വരുന്നത്. എന്നിട്ടാണ് ഷേക്ക് കുടിക്കുന്നത്. ഇനിയിപ്പോ 11 മണിക്ക് ചെന്നാൽ എന്തെങ്കിലും കഴിക്കും. മതി, നിങ്ങൾ കഴിക്കുന്നൊന്നും പറയണ്ട. അത് കേട്ടിട്ട് അത് മാത്രം കേൾക്കുന്ന ആൾക്കാർ പോയിട്ട് കഴിക്കാൻ തുടങ്ങും. പറയാൻ പാടില്ല എന്ന് പറഞ്ഞത്. പക്ഷെ എനിക്ക് കഴിക്കാം. അത്രയ്ക്കും പിന്നെ ലെവലാണ് നിൽക്കുന്നത്. 100 ഗ്രാം പോലും കയറില്ല എനിക്ക്. അതെ. നമുക്ക് വെയിറ്റ് ഫാറ്റ് നമ്മൾ ഐഡിയൽ ആക്കിയാൽ നമുക്ക് ഭക്ഷണം കഴിക്കുന്നതിന് ഒരു പ്രശ്നമില്ല. എത്ര വേണോ കഴിക്കാൻ പറ്റും. വെയിറ്റ് ഒന്നും കൂടില്ല. അരിഭക്ഷണം കുറക്കണം എന്നൊക്കെ പറഞ്ഞേക്കല്ലേ, അത് വേണം. അത് നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യണം. കാരണം നിങ്ങൾക്ക് ഷുഗർ ഉള്ള ഒരാളല്ലേ. നിങ്ങൾ പഞ്ചസാര ഒഴിവാക്കിയിട്ടുണ്ടാവാം. പക്ഷേ പഞ്ചസാര നമ്മൾ നോർമലി ഇടുന്ന ആ വെള്ളപ്പൊടി ഒഴിവാക്കിയിട്ടുണ്ടാവും. വേവിക്കുന്ന പഞ്ചസാരയാണ് അരി. അതായത് അരിയില് നല്ല ഹൈ ഷുഗർ ആണ് ഉള്ളത്. അത് നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാല് നിങ്ങൾ ഈ ഷുഗർ ഒഴിവാക്കിയിട്ട് കാര്യമുണ്ടോ? 2 സ്പൂൺ പഞ്ചസാര ഒഴിവാക്കിയിട്ട് 2 കയ്യിൽ ചോറിട്ടാലോ? കാര്യമില്ല. അപ്പൊ നമ്മൾ ഈ ഷുഗർ കണ്ടന്റ് കൂടിയ ഭക്ഷണങ്ങൾ കുറയ്ക്കണം. ഷുഗർ ഉള്ള ഒരാൾ നിർബന്ധമായിട്ടും വൈറ്റ് റൈസ് ഒഴിവാക്കുക. വെള്ള അരി ഒഴിവാക്കിയിട്ട്
നമ്മുടെ റെഡ് റൈസ്, മട്ട അരി അല്ലെങ്കിൽ നെല്ലൂത്തരി, നല്ല നെല്ലൂത്തരി അത് വാങ്ങിയിട്ട് കഴിക്കുക. അതാണ് നല്ലത്. ഉച്ചക്ക് മാത്രമേ ചോറ് കഴിക്കാറുള്ളൂ, രാത്രി കഴിക്കാം. രാത്രിയിൽ എന്താ കഴിക്കല് നോർമലി? രാത്രി എന്തെങ്കിലും 1-2 ചപ്പാത്തി മതി. അതായത് അരിന്റെ കഴിക്കലില്ല, ഗോതമ്പിന്റെ കഴിക്കലുണ്ട്, അങ്ങനല്ലേ? അതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, ചെറിയൊരു വ്യത്യാസം. അരിയിൽ ഫൈബർ ഇല്ല, ഗോതമ്പിൽ ഒരു ഇച്ചിരി ഫൈബർ ഉണ്ട്, അത്രേ വ്യത്യാസമുള്ളൂ. ബാക്കി രണ്ടിനും ഷുഗർ കണ്ടന്റ് ഒക്കെ ഒരുപോലെ. പക്ഷെ രാത്രി ഇറച്ചിയൊന്നും കഴിക്കാറില്ല. 15 ഇറച്ചി മീൻ അങ്ങനത്തെ ഒന്നും രാത്രി. രാത്രിയിൽ ഇറച്ചി മീൻ കഴിച്ചില്ല എന്ന് വെച്ചിട്ട് അത് നമ്മുടെ പ്രോബ്ലം മാറാനുള്ള ഒരു ബെനിഫിറ്റ് അല്ല. കാരണം ഇറച്ചി മീനൊക്കെ നമുക്ക് പ്രോട്ടീൻ കിട്ടാനുള്ളതാണ്, അത് കഴിക്കണം, അത് ആവശ്യമാണ്. അത് ഒഴിവാക്കിയത് കൊണ്ട് നിങ്ങളുടെ പ്രോബ്ലം മാറില്ല. അരിഭക്ഷണത്തിന് പകരം പിന്നെന്താ? അരി ഭക്ഷണത്തിന് പകരം നോക്കണ്ട, അരി തന്നെ കഴിക്കുക. വെള്ള അരി മാറ്റിയിട്ട് ചുവന്ന അരി ആക്കുക. പിന്നെ ഇത്രയും കാലം കഴിച്ചുകൊണ്ടിരുന്നതിൽ നിന്ന് അളവൊന്ന് വ്യത്യാസപ്പെടുത്തണം. അത് ഹംസൊക്കെ പറഞ്ഞുതരും, നിങ്ങളുടെ ഭക്ഷണത്തിന്റെ രീതി എങ്ങനെ ചെയ്യേണ്ടത് പറഞ്ഞുതരും. അരി കഴിക്കണം, ദോശ കഴിക്കണം, പുട്ട് കഴിക്കണം, ചപ്പാത്തി കഴിക്കണം, പത്തിരി കഴിക്കണം, എല്ലാം കഴിക്കണം. ഭക്ഷണം നമ്മൾ മാറ്റി വെച്ചിട്ടല്ല ഡയറ്റ് ചെയ്യേണ്ടത്, ഭക്ഷണം കഴിച്ച് ഡയറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്കത് കംഫർട്ട് ആവുള്ളൂ. താങ്ക് യു. താങ്ക് യു. കോച്ചേ, ആ ഒരു ന്യൂ ഗസ്റ്റ് ഉണ്ട്, അവർക്ക് എന്താ സംശയം ചോദിക്കണം? പറയൂ. പേരാണോ? എന്റെ പേര് മുഹമ്മദ് ഖാൻ. ആ പിന്നെ എനിക്കിതാ മുട്ടുവേദന, ആ പിന്നെ കാലിന് നീരിറക്കം, ആ പിന്നെ വയറിയാട്ടം, വയറധികം, വയറ് കുറച്ച് അധികമായിട്ടുണ്ട്. ഓക്കെ ഓക്കെ. പിന്നെ പ്രഷറുണ്ട്, 150 ഉണ്ട്. 200 ഇപ്പൊ കുറഞ്ഞതാ. ഓക്കെ. പിന്നെ ഇതാ ഈ ശാസ്ത്രജ്ഞന്റെ ഒരു പരിപാടിയുണ്ട്. വലിയ പോലെ ഉണ്ട്. ഓക്കെ. ഉപ്പ ഫുഡ് സ്റ്റാർട്ട് ചെയ്തോ അതോ ഇന്ന് വന്നിട്ടേ ഉള്ളോ? വന്നിട്ടുള്ളൂ. ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചോ അതോ വീട്ടിൽ പോയി ചോദിക്കണോ? കഴിച്ചു. വെരി ഗുഡ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ പോയി ചോദിക്കണമെങ്കിൽ ഇപ്പൊ ഉപ്പാനോട് ഇത് മുഴുവൻ പറഞ്ഞിട്ട് കാര്യമില്ല, മോനോടും കൂടെ പറയേണ്ടി വരും. അതുകൊണ്ട് ചോദിച്ചതാട്ടോ. അപ്പൊ ഉപ്പ ഒരു 10 ദിവസം കറക്റ്റ് ആയിട്ട് ഷേക്ക് കുടിക്കുമ്പോ തന്നെ നല്ല ഉന്മേഷം കിട്ടും, ബോഡിയിൽ നല്ല മാറ്റം വരും. അതിനുശേഷം നമുക്ക് മുട്ടുവേദനയ്ക്കുള്ള സപ്ലിമെന്റ് ഒക്കെ എടുക്കാം. ഇപ്പൊ എടുക്കണ്ട, ഇന്നിപ്പോ സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ. അപ്പൊ ഭക്ഷണത്തിൽ എന്തൊക്കെ കഴിക്കണം, എന്തൊക്കെ ഒഴിവാക്കണം എന്ന് പറഞ്ഞുതരാം. ഇടയ്ക്കിടയ്ക്ക് ചായ കുടിക്കാറുണ്ടല്ലേ? ഇല്ല, ചായ രാവിലെ കഴിച്ചാ പിന്നെ ഉച്ചക്ക് ഊണാണ്. പിന്നെ വൈകിട്ട് രാവിലെ ഒരു 5 മണിക്ക് ഒരു കട്ടൻ ചായ കുടിക്കും, എന്തെങ്കിലും കടി ഉണ്ടാവും. കഴിഞ്ഞിട്ട് ഒരു 9 മണിക്ക് പിന്നെ ഫുഡ് ചായ ഉണ്ടാവും. പിന്നെ വൈകുന്നേരം 4 മണിക്ക് 4 മണിക്ക് ചായ ഉണ്ടാവും. പിന്നെ ഒരു 6 മണിക്ക് മഗ്‌രിബ് കഴിഞ്ഞിട്ട് കുറെ ചോറുണ്ടാവും. ചായ ഉണ്ടാവും? ചായ ഇല്ല. ഓക്കെ. അപ്പൊ ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് വെച്ചാല്, നമുക്ക് ഇപ്പൊ നിങ്ങൾക്ക് അവിടെ നിന്ന് തന്ന പോലത്തെ ടീ ഉണ്ടല്ലോ, അതിന്റെ ഒരു ബോട്ടിൽ വാങ്ങി വെക്കുക. എന്നിട്ട് നോർമൽ ചായ കുടിക്കാൻ തോന്നുന്ന സമയത്തെല്ലാം ഇത് കുടിക്കുക. എന്നാ വലിവിനൊക്കെ ഒരു ആശ്വാസം വരും. നമ്മളിപ്പോ നോർമൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും അപ്പൊ അതിന് പകരം ഇത് നിങ്ങൾ ഒരെണ്ണം വാങ്ങിക്കൊണ്ട് പോയിട്ട് അത് കുടിക്കുക. പിന്നെ ഇവിടെ വന്നിട്ട് ആദ്യം ഒരു 10 ദിവസം ഷേക്ക് കുടിക്കും. ഈ 10 ദിവസം കൊണ്ട് തന്നെ നല്ല മാറ്റം വരും. അത് കഴിഞ്ഞിട്ട് അടുത്ത് എന്താ മാറ്റം ചെയ്യണമെന്ന് പറഞ്ഞുതരാം കേട്ടോ. ഇതാണ് എനിക്കുള്ളത്. അതൊന്നും കുഴപ്പമില്ലപ്പാ. നമുക്ക് കറക്റ്റ് ആയിട്ട് ഭക്ഷണമൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് വരുമ്പോഴത്തേക്ക് പ്രഷറിന്റെ അളവൊക്കെ നമുക്ക് കുറച്ച് കൊണ്ടുവരും, കുറയും, താനേ കുറയും. രണ്ടാമത് ഇപ്പോഴത്തെ ഈ ഒരു ശ്വാസത്തിന്റെ ബുദ്ധിമുട്ടും ക്ഷീണമൊക്കെ ഉണ്ടല്ലോ, അതിനും മാറ്റം വരും. പിന്നെ ഉള്ളത് കാലിന്റെ മുട്ടിന്റെ കാര്യം. മുട്ട് നമ്മള് നേരത്തെ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തതുപോലെ വെണ്ടയ്ക്ക നല്ലതാണ്. പക്ഷെ അതുകൊണ്ട് മാത്രം നമുക്ക് ഫ്ലൂയിഡ് നിറയില്ല. അപ്പൊ നമ്മളൊരു സപ്ലിമെന്റും കൂടെ കഴിക്കണം. അതൊരു 10 ദിവസം കഴിഞ്ഞിട്ട് കഴിച്ചാൽ മതി. ഫാറ്റ് കൂടുതലാണ്, അതുകൊണ്ടായിരിക്കും മുട്ടുവേദന അധികമായിട്ട്. ഫാറ്റിന്റെ മാത്രമല്ല, ഉപ്പാക്ക് ഫ്ലൂയിഡ് കുറവുണ്ടാവും, കുറച്ച് ഏജ്ഡ് അല്ലേ, അപ്പൊ കാൽസ്യത്തിന്റെ ഡെഫിഷ്യൻസി ഒക്കെ ബോഡിയിൽ ഉണ്ടാവും, അതുകൊണ്ടാണ്. കാൽസ്യം സപ്പോർട്ട് കൊടുക്കല്ല 10 ദിവസം കഴിഞ്ഞതിന് ശേഷം. 10 ദിവസം കഴിഞ്ഞിട്ട് കൊടുക്കാം. അപ്പൊ അല്ല, അതല്ല ഇപ്പൊ
പിന്നെ മുട്ടുകാർ ഇപ്പോഴും വേദന മാറിയില്ലേ? അത് കുറച്ച് കഴിയും. മുട്ടുവേദന ഉപ്പ നമ്മളിപ്പോ ഇത്രയും വർഷം കൊണ്ട് ഉണ്ടായിട്ടുള്ള ഒരു വേദനയാണ്. അതിപ്പോ 1 ദിവസം കൊണ്ടും 10 ദിവസം കൊണ്ടും മാറില്ല. പക്ഷെ നിങ്ങൾക്ക് ആശ്വാസം ഉണ്ടാവും, വേദനയ്ക്ക് ആശ്വാസം ഉണ്ടാവും കേട്ടോ. പിന്നെ നല്ല മുട്ടുവേദന ഉണ്ടെങ്കിൽ കാലൊരു സ്ഥലത്ത് നിവർത്തി വെക്കുക. നിവർത്തി വെച്ചിട്ട് ഒരു തോർത്ത് നനച്ച് ആ മുട്ടിൽ ഒന്ന് ചുറ്റിയിട്ടോളൂ. അപ്പൊ വേദന കുറഞ്ഞോളൂ കേട്ടോ. ഹലോ, അസ്സലാമു അലൈക്കും. ഞാന് ഗഫൂർ മാഷെ ഓമാനൂർ ഗഫൂർ മാഷെ സെന്ററിലാണ്. പിന്നെ 7-8 ദിവസമായി എനിക്ക് വെയിറ്റ് 2600 വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്. 6 ദിവസം കൊണ്ട് 5 ദിവസം തന്നെ വെയിറ്റ് 2600 കുറഞ്ഞിട്ടുണ്ട്. കൂടുതലുള്ള ആളാണ്, ഞാൻ ഇപ്പൊ ഇവിടെ പറയണില്ല. അത്യാവശ്യം പള്ളിയും കാര്യമൊക്കെ ഉള്ള ആൾ തന്നെയാണ്. ഞാൻ നേരത്തെ വന്നതാണ്, അതുകൊണ്ട് ഇനി വരാതൊക്കെ ഒരിക്കൽ വന്നതാണ്. പിന്നെ ഞാൻ ട്രാൻസ്പ്ലാന്റ് ആണ്, കിഡ്നി ട്രാൻസ്പ്ലാന്റ് ആണ്. എനിക്ക് പ്രഷർ ഒരു അടുത്ത കാലത്തായിട്ട് വന്നതാണ്. പിന്നെ ട്രാൻസ്പ്ലാന്റ് ആയി 8 വർഷം കഴിഞ്ഞ്, 8 വർഷം ആകുകയാണ് ഈ ഡിസംബർക്ക്. ഇപ്പൊ ഞാൻ സാധാരണ ഇതൊക്കെ ചെയ്യുന്നുണ്ട്, 4 നേരം ഇൻസുലിൻ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇൻസുലിൻ ഞാൻ ചെയ്യുന്നുണ്ട്, പക്ഷെ 32 കൊടുക്കുന്ന 22 ഞാൻ നോക്കുന്നുണ്ട്, വീട്ടിൽ നിന്ന് നോക്കുന്നുണ്ട്. 22 കൊടുക്കണം. മാറ്റം വന്നിട്ടുണ്ട്. എനിക്ക് കാലിൽ ഇരുന്നോട്ടിന് എണീക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം മുട്ടില് എണീറ്റിങ്ങോട്ട് വരുന്ന സമയത്ത് ഭയങ്കര വേദന വന്നിട്ട്. അപ്പൊ ഇപ്പൊ അതൊക്കെ പോയിട്ടുണ്ട്. ഇപ്പൊ അത്യാവശ്യം കോണി ഈ വെയിറ്റോടുകൂടെ ഞാൻ പറയാം 106 ഞാൻ വെയിറ്റ് 95 ഞാൻ ഹൈറ്റും ഉണ്ട്. അപ്പൊ ഇപ്പൊ ഞാൻ മാസ്റ്ററെ ആ ഇതിൽ തന്നെ പറഞ്ഞ മാതിരി വേണ്ടാത്ത ഭക്ഷണങ്ങൾ, ഞാൻ ചായ കുടിക്കുന്ന ആളാണ്, നല്ലോണം കഴിക്കുന്ന ആളാണ്. ഇപ്പൊ ചായ ഇതിലേക്ക് മാറി. പിന്നെ വെള്ളം 5 ലിറ്ററാണ് കുടിക്കേണ്ടത് എന്റെ വെയിറ്റിനനുസരിച്ച്. അത് 5 ലിറ്റർ എനിക്ക് കുടിക്കാൻ പേടിയുണ്ട്. ഞാൻ ഞാൻ കുടിക്കുന്നുണ്ട്. കാരണം ഡോക്ടർ പണ്ടിനോട് പറഞ്ഞു, ഞാൻ വെള്ളം നേരത്തെ നല്ല കുടിക്കുന്ന ഒരാളാണ്. അപ്പം പിന്നെ ഓവർ വെള്ളത്തിനെ കുടിക്കണമെന്ന് ചോദിച്ചു ഡോക്ടറിനോട്. 3 ലിറ്ററിന്റെ മേപ്പെട്ടൊന്നും ഓവർ കുടിക്കണ്ട, കിഡ്നിക്ക് വർക്ക് കൂടുള്ളൂ അത് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഞാൻ 4.5 ഞാൻ കുടിക്കുന്നുണ്ട്. അപ്പൊ ഇനി അടുത്ത 26-ാം തീയതി കാണാണ്ട് പോകേണ്ട അപ്പോയിന്റ്മെന്റ് ഉണ്ട്. അപ്പൊ അവിടെ പോയിട്ട് കണ്ട് അപ്പൊ ഇതാക്കില്ല. അപ്പൊ ഇതൊക്കെ കാര്യങ്ങൾ വളരെ ഭംഗിയാണ്, വളരെ അതാണ് മാഷ ആ ഉപദേശം തന്നെയാണ് നമ്മൾ കൈകാര്യം ചെയ്തു പോകുന്നത്. പിന്നെ ഇപ്പൊ വേറെ ഒരു ഇടഭക്ഷണം ഒന്നും ഞങ്ങൾക്കൊന്നും കഴിക്കണില്ല. അപ്പം ഇപ്പൊ വൈഫ് ചോദിച്ചിരുന്നു മുട്ട കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിരുന്നു. ഒന്നും കഴിച്ചിട്ടില്ല. ഞാൻ വളരെ എനിക്ക് വെയിറ്റ് ഒന്ന് കുറഞ്ഞിട്ടതാണ് എൻ്റെ ആവശ്യങ്ങൾ ഒന്ന് മെയിനായിട്ട്. അപ്പൊ അപ്പം മുട്ട അങ്ങനത്തെ സാധനങ്ങളൊന്നും കഴിക്കില്ല. മീന്, ചെറിയ മീന്, മത്തി, ചെറിയ മീന് ആണ് ഞാൻ ഉപയോഗിച്ചത്. ചോറ് അപ്പൊ അതിലെ പിന്നെ അതിലെ ഉള്ളിത്തെ അപ്പൊ അത് അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമില്ല. ഒക്കെ വളരെ സന്തോഷമാണ്, ഹാപ്പിയാണ്. ഇത്രയും തൈര് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. തൈര് മോര് ഉപയോഗിക്കാലല്ലേ? മോര് ഞാൻ സ്ഥിരമായിട്ട് കരിയപ്പ്, ഇഞ്ചി, പച്ചമുളക്, ചീരവറങ്കി ഒക്കെ പാടെ അടിച്ചിട്ട് കഴിക്കുന്ന ഒരാളാണ്. ഇപ്പൊ അത് വന്നതിന്റെ ശേഷം ഞാൻ കഴിക്കലില്ല. 1 സ്പൂണ് ജീരകപ്പൊടിയും 1 സ്പൂണ് ഉലുവയുടെ പൊടിയും കൂടെ ഉലുവ ഇല്ല, മറ്റൊക്കെ ഇതിലുണ്ട്. ഞാൻ ഈ ചെയ്യുന്ന കൂട്ടിലുണ്ട് എന്റെ. ഉലുവ മാത്രം ഞാൻ തീർത്തിട്ടില്ല, അത് ചേർക്കാം. അപ്പൊ അത് ഞാൻ പിന്നെ അതിന്റെ ശേഷം സാധനം സ്റ്റോക്കാണ്. അപ്പൊ ഞാൻ കഴിച്ചിട്ടില്ല. എനിക്കും വെയിറ്റ് ഒന്ന് റിസൾട്ട് ആയാലാണ് എന്റെ ആവശ്യങ്ങൾ നല്ല കീപ്പട്ട് വരണം എന്നുള്ള അതുകൊണ്ട്. അപ്പൊ അങ്ങനെ പോണം. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളത് സുഖമാണ്, കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് ഇതുവരെ കഴിഞ്ഞോളൂ. 6-8 ദിവസമാകുന്നുള്ളൂ. കഴിഞ്ഞ ബുധനാഴ്ചക്ക് നിലക്ക് 8 ദിവസമായി. 6 ദിവസം മാഷ് വന്നുകൊണ്ട് വെയിറ്റും എന്താ കാര്യങ്ങളൊക്കെ അങ്ങ് നോക്കിയപ്പോൾ വളരെ ഫാറ്റ് കുറെ മാറ്റം വന്നിട്ടുണ്ട്. സപ്ലിമെന്റ് വല്ലതും കഴിക്കുന്നുണ്ടോ? മൾട്ടിവൈറ്റമിൻ എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ ഓൾറെഡി? മരുന്നോ? മൾട്ടിവൈറ്റമിൻ അല്ലല്ല, ഞാൻ പ്രത്യേകിച്ച് ഒന്നും കഴിക്കണില്ല. എനിക്ക് ഇതിനുള്ള ഗുളിക ധാരാളം ഉണ്ട്. ഗുളികയില് മൾട്ടിവൈറ്റമിൻ ഉണ്ടോന്ന് നോക്കൂട്ടോ. മൾട്ടിവൈറ്റമിൻ ഇല്ലെങ്കിൽ മൾട്ടിവൈറ്റമിൻ കൂടെ കഴിക്കുക. അപ്പൊ അങ്ങനെയൊക്കെയുള്ള വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ശരി. പറയൂ.
ഷുഗറും പ്രഷറും. ഹലോ ഹലോ, പറയൂ എന്താ ഷുഗറും പ്രഷറും. ഷുഗറും പ്രഷറോ? പേരെന്താ? ഐഷാബി. ഐഷാബി. ഓക്കെ, ഷുഗറും പ്രഷറും ഉണ്ട്. ഇൻസുലിൻ എടുക്കുന്നുണ്ട്. ഇൻസുലിൻ എടുക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ എത്ര ദിവസമായി സ്റ്റാർട്ട് ചെയ്തിട്ട്? 11 ദിവസം. 11 ദിവസമായി. അതിനുശേഷം പിന്നീട് ഷുഗർ ചെക്ക് ചെയ്തിരുന്നോ? 4 ദിവസം മുന്നേ ചെക്ക് ചെയ്തിരുന്നു. അപ്പൊ 180. ചെക്ക് ചെയ്ത ഭക്ഷണം കഴിക്കാതെ 150 ഉണ്ട്. ആദ്യം എത്രയായിരുന്നു? ആദ്യം പിന്നെ ഇത് ശരിക്കും മറന്നോ, 120. ആദ്യം 120, ഇപ്പൊ 150. ഇമ്പോസിബിൾ, അങ്ങനെ ആവില്ല. ഇൻസുലിൻ ഞാൻ കുറച്ച് 24. ഓക്കെ, നിങ്ങൾ ഡോക്ടർ പറഞ്ഞിട്ടാണോ കുറച്ചത്? നിങ്ങൾ സ്വയം കുറച്ചതാണോ? ഭക്ഷണം കഴിക്കും. സ്വയം കുറയ്ക്കരുത് കേട്ടോ, സ്വയം കുറയ്ക്കരുത്. 5 വർഷം കഷ്ടപ്പെട്ട് MBBS പഠിച്ച് ഓരോരുത്തരുടെ ബോഡി കണ്ടീഷൻ പഠിച്ച് ഓരോരുത്തർക്കും മെഡിസിൻസ് എഴുതുന്നതാണ് ഡോക്ടർ. ഒന്നും പറയാണ്ട് വീട്ടിലിരുന്ന് ചോറും കറിയും വെക്കണം നമ്മൾ ഒറ്റയടിക്ക് കുറച്ചാലോ? പിന്നീട് ഒരു പ്രശ്നമായി കഴിഞ്ഞാൽ, പിന്നീട് നിങ്ങൾക്ക് ഷുഗർ കൂടിയാൽ, ഇപ്പൊ നിങ്ങൾക്ക് ഷുഗർ കൂടിയാൽ നിങ്ങൾ പറയും അവിടെ പോയി ഷെയ്ക്ക് കുടിച്ചു എനിക്ക് ഷുഗർ കൂടിയെന്ന്. നിങ്ങൾ കുറച്ച കാര്യം ആരും അറിയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡോക്ടറെ കണ്ട് HbA1c ചെക്ക് ചെയ്ത് ഡോക്ടറെ കുറച്ച് തരും. ഒരു 3-4 മാസം ഡോക്ടറെ കാണണമെന്ന് മാത്രമേ ഉള്ളൂ. ഓരോ മാസവും കുറച്ച് തരും. അങ്ങനെ ഡോക്ടർ പൂർണ്ണമായിട്ടും മെഡിസിൻ ഒഴിവാക്കി കൊടുത്ത ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പോ അയ്യോ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ കുറച്ചില്ലെങ്കിലോ ഒന്നും നിങ്ങൾ പേടിക്കണ്ട. ഡോക്ടർ അങ്ങനെ നിങ്ങളെ ഗുളിക കഴിക്കണമെന്ന് നിർബന്ധമുള്ള ആളൊന്നും ആവില്ല. അപ്പൊ നിങ്ങൾ ഡോക്ടറെ കണ്ട് ഡോക്ടറെ സമ്മതത്തോടു കൂടി കുറയ്ക്കുക. കാരണം ഒറ്റയടിക്ക് നിങ്ങൾ ഇപ്പൊ ഇൻസുലിന്റെ അളവ് കുറച്ചപ്പോ, ഇൻസുലിൻ എടുത്തപ്പോ 120 ഉണ്ടായിരുന്ന ഷുഗർ 150 ആയി. അത് അളവ് കുറച്ചതുകൊണ്ടാ, കുഴപ്പമില്ല. അങ്ങനെയാണ് ചെയ്തിട്ട് 150 ആയെങ്കിൽ പ്രശ്നമില്ല. പക്ഷെ ഒറ്റയടിക്ക് അങ്ങനെ ചെയ്യരുത്. കാരണം ഇൻസുലിൻ ഒഴിവാക്കി നിങ്ങൾക്ക് അത് ഗുളികയാക്കി തരും. എന്നിട്ട് ആ ഗുളികയുടെ അളവാണ് നമ്മൾ കുറച്ച് കൊണ്ടുവരേണ്ടത്. അല്ല, ഇൻസുലിൻ ആണെങ്കിൽ തന്നെ നമ്മൾ എടുക്കുന്ന ഡോസിന്റെ അളവ് കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് ഇൻസുലിൻ ഒഴിവാക്കുകയല്ല ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യരുത്. വയറിന് മെയിനായിട്ട് വയറിന് ബുദ്ധിമുട്ട്, ഛർദ്ദിക്കാൻ വരിക, വയറ്റില് കാഴ്ച, ഇൻസുലിൻ ഭക്ഷണം കഴിക്കും, കുറച്ച് കഴിച്ചാല് അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ വരിക. ഓക്കെ, വായ്പുണ്ണുണ്ടോ? ഒന്നുമില്ല. വായിൽ ക്ഷീണോ അസ്വസ്ഥതയും ഗ്യാസ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒന്ന് നിങ്ങളുടെ വയറിൽ ഗുഡ് ബാക്ടീരിയ ഉണ്ടാവില്ല, 2 അൾസറിന്റെ തുടക്കം ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ ദിവസവും മോര് കഴിക്കുക. അതേപോലെ പ്രൊബയോട്ടിക് എന്ന് പറയുന്ന ഒരു സപ്ലിമെന്റ് ഉണ്ട്, അത് വാങ്ങിയിട്ട് കഴിച്ചോളൂ. അപ്പൊ ആ പ്രശ്നം കുറയും കേട്ടോ. വയറിൽ നല്ല ബാക്ടീരിയ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയും പ്രശ്നം കൂടുക ചെയ്യാം. അപ്പൊ ഉള്ളില് നമ്മുടെ ആമാശയത്തിലും കുടലിലും ഒക്കെ ചെറിയ ചെറിയ മുറിവുകളൊക്കെ ഉണ്ടാവും. അത് ഉണ്ടാവാതിരിക്കണമെങ്കിൽ നമ്മൾ ഇപ്പൊ തന്നെ ശ്രദ്ധിച്ചാൽ അത് മാറ്റാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഒരു ഫുഡും കഴിക്കാൻ പറ്റില്ല. എന്ത് കഴിച്ചാലും വയറ്റിക്കാളിച്ചും നെഞ്ചരിച്ചിലും ഛർദ്ദിക്കാൻ വരലൊക്കെ ആവും. ആകെ ഒരു എരിപൊരിയായിരിക്കും വയറിനകത്ത്. പ്രൊബയോട്ടിക് കഴിച്ചാൽ അത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഡോക്ടറെ ഗുളിക ഭക്ഷണത്തിന് ശേഷം ഇൻസുലിൻ 24 രാത്രി പറഞ്ഞത്. അപ്പൊ അതൊക്കെ ഞാൻ എടുത്താൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത്ത പറഞ്ഞത് മുഴുവൻ ഞാൻ കേട്ടില്ല, മുറിഞ്ഞാ വരണേ. ഇൻസുലിൻ 24 രാത്രി ഡോക്ടർ എടുക്കാൻ പറഞ്ഞത്. ഒരു ഗുളികയും കഴിക്കാൻ പറഞ്ഞത് ശേഷം ഇത് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തീരെ കഴിയൂല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ഛർദി ഓക്കാനും വയറ്റുകാഴ്ചയും വരും. അതുകൊണ്ടാണ് അത് ഇൻസുലിന്റെ പ്രശ്നം കൊണ്ടല്ല നിങ്ങൾക്ക് ഇത് ഉണ്ടാവണത്. ഗഡ് ബാക്ടീരിയ നല്ലതില്ലാത്തോണ്ടാണ്. അത് പ്രൊബയോട്ടിക് കഴിക്കുമ്പോൾ മാറും. പിന്നെ ആ മരുന്ന് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ക്ഷീണം കൂടുന്നുണ്ടെങ്കിൽ ഡോക്ടറോട് പറയാ, ഡോക്ടർ മാറ്റിത്തരും. ചിലപ്പോ ആ മരുന്ന് മാറ്റിത്തരും. നിങ്ങൾക്ക് ഇപ്പൊ തന്നിട്ടുള്ള ഇൻസുലിന്റെ ആ ഒരു കമ്പനി തന്നെ മാറ്റിത്തരും. അങ്ങനെ മാറ്റുമ്പോഴത്തേക്ക് ആ പ്രശ്നം മാറും. നിങ്ങൾ സ്വന്തം കുറയ്ക്കരുത് കേട്ടോ. കാരണം നിങ്ങൾ കുറയ്ക്കുന്ന ഒന്നും ആരും അറിയില്ല. എന്തെങ്കിലും നിങ്ങൾക്ക് വയ്യായിക വന്നാൽ ഒറ്റയടിക്ക് പറയും ആ സെന്ററിൽ പോയിട്ടാണ് അവർക്ക് ഇങ്ങനെ ആയി എന്ന് പറയും. ഡോക്ടർ പറഞ്ഞത് എനിക്ക് 90 ആയാലും 90 ആയാലും ഇൻസുലിൻ കുറച്ചിട്ടില്ല. അതേ അളവിൽ വെക്കാൻ പറയലാണ്. നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 90 ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുന്ന വെള്ള അരി പൂർണ്ണമായിട്ടും മാറ്റാം. എന്നിട്ട് ചുവന്ന അരി, അതായത് മട്ട അരി അല്ല, അതല്ലാണ്ട് റെഡ് റൈസ്, ബ്ലാക്ക് റൈസ് എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ നവര അരി എന്നൊക്കെ പറയുന്ന അരിയുണ്ട്. ആ അരി ചോറിനാക്കുക. അല്ലാന്നുണ്ടെങ്കിൽ മില്ലറ്റ്സ്, ചാമ അരി,
മുത്താറി അങ്ങനെയുള്ള സാധനങ്ങളാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ഷുഗർ ലെവൽ കുറച്ച് കൊണ്ടുവരാൻ പറ്റും. അതിനുശേഷം ഇൻസുലിൻ കുറയ്ക്കും. വെള്ള അരി പൂർണ്ണമായിട്ട് ഒഴിവാക്കും. എല്ലാ ദിവസവും ഇല്ല, ചില ദിവസങ്ങളുള്ളൂ. എന്താ? എല്ലാ ദിവസങ്ങളിലും ഇല്ല, ചില ദിവസങ്ങളുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. ആയിക്കോട്ടെ, പ്രശ്നം ചില ദിവസമേ ഉള്ളൂവെങ്കിൽ അരി എല്ലാ ദിവസവും നിങ്ങൾ മാറ്റൂ. നിങ്ങൾ പറയുന്നത് ചെയ്യൂ. അല്ലാണ്ട് ഇപ്പൊ നിങ്ങൾക്ക് നാളെ വേദന വരുമോ നോക്കി നാളത്തേക്ക് അരി മാറ്റാൻ പറ്റൂലല്ലോ നമുക്ക്. അതൊരു ഹാബിറ്റ് ആക്കൂ, ചേഞ്ച് ചെയ്യൂ, അതൊരു ശീലമാക്കി മാറ്റൂ. നമുക്ക് വെള്ള അരി കഴിച്ചാലേ ചിലർക്ക് തൃപ്തി ഉണ്ടാവുള്ളൂ, ഇത്രയും കാലം കഴിച്ച് ശീലം ആയതുകൊണ്ടാണ്. ഇനി നിങ്ങൾക്ക് അത് മാറ്റി വരുമ്പോൾ ആദ്യത്തെ ഒരാഴ്ച ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ നിങ്ങളുടെ വയറിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഒരുപാട് മരുന്ന് കഴിക്കുന്നതിന് പകരം അരി ഒന്ന് മാറ്റിയാൽ തന്നെ വയറിന് നല്ല ആശ്വാസമാവും. ഓക്കെ, താത്താക്ക് ഞാൻ പറഞ്ഞ ഒന്നും തൃപ്തിയായിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞത് അത്രയും ചെയ്യൂ, എന്നിട്ട് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി സംസാരിക്കാം. അപ്പൊ റെഡി ആവും. ഹലോ, ഞാന് കുടിക്കൽ തുടങ്ങിയിട്ട് 2 മാസമാകാനായി. 25-ാം തീയതിക്ക് 2 മാസമാവും. 2 നേരം കഴിക്കുന്നുണ്ട്. വീട്ടിൽ നിന്നാണ് കഴിക്കല്. ആഴ്ചയിൽ 10 ദിവസം കൂടുമ്പോഴൊക്കെ അവിടെ പോകലുള്ളൂ. ഇവിടെ 11-ാണ് 11 പോലെ. ഭയങ്കര വേദനക്ക് ഗുളിക കഴിച്ച് 4 സിസ് ഗുളിക കഴിച്ച് നിർത്തി. 2ാമത്തെ ബുക്ക് ചെയ്തിന്. എനിക്ക് മനസ്സിലായില്ല, വേദനക്ക് ഏത് ഗുളിക കഴിച്ചെന്ന് പറയണേ? കാൽസ്യം ഇതൊക്കെ ഉള്ള എല്ലാ ഗുളികയും കഴിച്ചില്ല. 4 സൈസ കഴിക്കും. ഓക്കെ, സപ്ലിമെന്റ് തന്നു എന്നാണ് പറഞ്ഞത് അല്ലേ? സെല്ലുലോസ്, സെല്ലാക്ടിവേറ്റർ, മൾട്ടിവൈറ്റമിൻ, കാൽസ്യം. അത് കഴിച്ചു. 2ാമത്തെ ഓർഡർ ചെയ്തിന്. ഭയങ്കര വേദന. കുറെ നീര്, മേലൊക്കെ നീര് വന്നിട്ട് നീരിന്റെ ഒരു വേദന. പക്ഷെ നീര് അങ്ങനെ കാണില്ല, മേത്തൊക്കെ ഓരോ പാകമുള്ള വേദന. അപ്പൊ നിങ്ങൾക്ക് പറഞ്ഞില്ല വെണ്ട കഴിക്കാൻ പറ്റുമോ? അപ്പൊ എനിക്ക് കഴിക്കാൻ പറ്റുമോ? താത്താക്ക് ഇപ്പൊ അത് മുട്ട് തേയ്മാനം ഉള്ളവർക്ക് വെണ്ട കഴിക്കാൻ പറഞ്ഞ. നിങ്ങൾക്ക് ഇപ്പൊ തേയ്മാനം ഉണ്ടോ? മുട്ട് തേയ്മാനം ഉണ്ട്. 2 മുട്ടിന് വേദന ഉണ്ട്. മേല് മൊത്തം വേദനയാണ്. നമ്മള് കഴുത്തിന്റെ ഒന്ന് തൊട്ട് തടി വരെ വേദനയാണ്. 2 മുട്ടിന്റെയും വേദന വേറെയാണ്. വേദന നിങ്ങൾക്ക് വെയിറ്റ് കൂടിയിട്ടുള്ള വേദനയാവും. എല്ലാം തേയ്മാനം ഉണ്ട്. തേയ്മാനം ഉണ്ടെങ്കിൽ കഴിക്കുന്നതിന് കുഴപ്പമില്ല കേട്ടോ. പിന്നെ നിങ്ങൾക്ക് അത് പറഞ്ഞ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ മുട്ടി തിരിങ്ങ വല്ല നടക്കരുത് എന്നൊക്കെ പറഞ്ഞതേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങള് ജോയിന്റ് സപ്പോർട്ട് വാങ്ങി കഴിച്ചോളൂ, അതാണ് അത്യാവശ്യം. 2ാമത്തിന് ഓർഡർ ചെയ്തു. ഓക്കെ, പിന്നെ ശരീരവേദന കൊഴുപ്പ് കുറഞ്ഞാൽ മാറിക്കോളും. ശരീരത്തിലെ ഫാറ്റ് കുറയുമ്പോ മാറും കേട്ടോ. ഫാറ്റ് ഉള്ളതുകൊണ്ടാണ്. ഇപ്പൊ ഒരു 75 കിലോ വെയിറ്റ് ഉണ്ട്. തണുപ്പ് കാലാവസ്ഥയും കൂടെ ആയതുകൊണ്ട് ഈ സമയത്തൊന്നും വേദന കൂടും. അപ്പൊ എന്താണെന്ന് വെച്ചാല് രാത്രിയിൽ കിടക്കുമ്പോ കാലില് സോക്സ് ഇട്ടിട്ട് കിടക്കുക. പക്ഷെ കാല് മാത്രമല്ല, മേല് മൊത്തം വേദനയാണ്. നിങ്ങൾ കാലില് സോക്സ് ഇടൂ, മേലിലെ വേദന കുറഞ്ഞോളും. ജോയിന്റ് സപ്പോർട്ട് കയറ്റി വിട്ടിട്ടുണ്ടായിന് കൊച്ചെ. പിന്നെ ഒന്ന് കഴിഞ്ഞതിന് ശേഷം അവരെ നിർത്തി വെച്ചിട്ടുണ്ടായിന്. അപ്പൊ 2ാമത്തെ ഒന്നും കൂടെ ചെയ്യാൻ വേണ്ടിട്ട് പറഞ്ഞിട്ട് ഓർഡർ അടിച്ചിട്ടുണ്ട്. ഓക്കെ, താത്താ നിങ്ങൾക്ക് എല്ല് തേയ്മാനൊക്കെ ഉണ്ടെങ്കിൽ ഒരു ബോട്ടിൽ കഴിച്ചെന്ന് വെച്ചിട്ടൊന്നും മാറൂല കേട്ടോ. അതായത് ഇത് മരുന്നല്ല. മരുന്നാണ് 1 വീതം 3 നേരം 10 ദിവസം കഴിക്കാന്നൊക്കെ പറയുന്നത്. ഇത് മരുന്നല്ല, ഇതൊരു ഫുഡാണ്. അപ്പൊ ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മളത് കണ്ടിന്യൂ കുറച്ച് ദിവസം കഴിച്ച് ആ ഒരു പ്രശ്നം നമുക്ക് സോൾവ് ആയി കഴിഞ്ഞാൽ മാത്രമേ റെഡി ആവുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കുറഞ്ഞത് ഒരു 3 മാസം കണ്ടിന്യൂ കഴിക്കുക, ഇടയ്ക്ക് ഗ്യാപ്പ് ഇടാണ്ട് കഴിക്കുക. പിന്നെ നമ്മളെ കഴിക്കുമ്പോഴേ വേറെ കുട്ടി വന്നാണ്ട് എനിക്ക് വേണം അപ്പൊ ലേശം കൊടുക്കാനും ബുദ്ധിമുട്ട് കുഴപ്പമുണ്ടാവോ? ജോയിന്റ് സപ്പോർട്ടോ? അല്ല, ജ്യൂസ് കൊടുക്കാൻ കുഴപ്പമില്ല, കുറച്ച് കൊടുത്താൽ മതി. നമ്മുടെയൊക്കെ വീട്ടിലെ കുഞ്ഞു മക്കളെല്ലാരും കഴിക്കലുണ്ട്. പിന്നെ നിങ്ങൾ വെള്ളം കൂടി ഒന്ന് കറക്റ്റ് ചെയ്യൂ കേട്ടോ. വെള്ളം കൂടി ഭയങ്കര പൊറുതിയാടാണ്. കാലിന്റെ മുട്ടിന്റെ കീപ്പെട്ട് ഒരു പൊറുതിയാട്, ഒരു പൊട്ടി പൊരിന മാതിരി കാത്തിടാനേ കയ്യില കാൽ. അങ്ങനെ പൊരിച്ചില് തോന്നുമ്പോ ഒരു തോർത്ത് നനച്ച് കാലിൽ ചുറ്റിയിട്ടാ മതി. ശരി. രാത്രി ആയാലും ബെഡിൽ കാല് വെക്കൂല, കാലിങ്ങിട്ട് ഇളകണം. രാത്രിയിൽ കിടക്കുന്ന സമയത്താണ് വേദനയെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാല് തറയില് ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് കാല് പൊന്തിച്ച് കസേരയുടെ മേലെ വെക്കുക. ഇങ്ങനെ അങ്ങനെ ഒരു 10-15 മിനിറ്റ് വെക്കുക. അതിനുശേഷം നിങ്ങൾ കിടന്നാൽ മതി. അപ്പൊ വേദന കുറഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മുടെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യണ സമയം ഒരുപാടായിട്ടുണ്ട്. ഇപ്പൊ ഒരുവിധം ചോദിച്ച എല്ലാവർക്കും ഡൗട്ട് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു സെഷനിൽ വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു. സെഷൻ എൻഡ് ട്ടോ.